കവനന്റ് തിയോളജി എന്ന് പറയുന്നത് ഒരു ഓൾഡ് തിയോളജിയാണ്. ഈ കിങ്ഡം തിയോളജി പോലെ തന്നെ വളരെ ഓൾഡായിട്ടുള്ള ഒരു തിയോളജിയാണ്. കവനന്റ് തിയോളജി എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ തിയോളജി എന്ന് പറഞ്ഞാൽ ഉപദേശങ്ങളുടെ ഡോക്ടറിൻ്റെ ഒരു 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 രൂപീകരണമാണ്, അല്ലെങ്കിൽ ഡോക്ടറിൻ്റെ ഒരു സമാഹാരമാണ് തിയോളജി എന്ന് പറഞ്ഞാൽ സാധാരണ ഉദ്ദേശിക്കുന്നത്. ഈ കവനന്റ് തിയോളജി നമ്മളങ്ങനെ വിളിക്കുന്നെങ്കിലും ഇതിന് പ്രത്യേകിച്ച് അങ്ങനെ ഡോക്ടറിനൊന്നുമില്ല. ഒരു ഡോക്ടറിൻ്റെ സമാഹാരമല്ല കവനന്റ്, അത് പ്രത്യേകിച്ചൊരു ഉപദേശമൊന്നുമല്ല കവനന്റ് തിയോളജി എന്ന് പറയുന്നത്. കവനന്റ് തിയോളജി നിങ്ങൾ ശരിക്കും തിയോളജിയാണ് പഠിക്കാൻ പോകുന്നത്. കുറച്ച് വാക്കുകളൊക്കെ ഇച്ചിരി പ്രയാസമുള്ളതായിരിക്കും. അതൊക്കെ കഴിയുന്നിടത്തോളം ഞാൻ ഒഴിവാക്കി സിമ്പിളായിട്ടുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കാം. കവനന്റ് തിയോളജിയുടെ പറയുന്നത് അവരൊരു ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത് വേദപുസ്തകത്തിൻ്റെ ചരിത്രം ദൈവത്തെക്കുറിച്ചുള്ള ഒരു വിശദീകരണമല്ല. നമ്മൾ പലപ്പോഴും അങ്ങനെയാണ് ചിന്തിക്കുന്നത്. പ്രത്യേകിച്ച് ട്രഡീഷണൽ പെന്തിക്കോസ്തുകാർക്ക് ദൈവത്തെപ്പറ്റി എല്ലാം അറിയാമെന്നവർ പറയാൻ കാരണം വേദപുസ്തകം എല്ലാവരും വായിച്ചിട്ടുണ്ടെന്നുള്ളതുകൊണ്ടാണ്. വേദപുസ്തകം എഴുതിയത് അതിനു വേണ്ടിയല്ല. വേദപുസ്തകത്തിലെ വിഷയം എന്നത് മനുഷ്യൻ്റെ വീണ്ടെടുപ്പാണ്. വീണ്ടെടുപ്പ്, റിഡംഷൻ. ഈ റിഡംഷൻ എന്ന് പറയുന്നത് നമ്മുടെ പദ്ധതിയല്ല, ദൈവത്തിൻ്റെ പ്ലാൻ ഓഫ് റിഡംഷനാണ്. മനുഷ്യൻ്റെ വീണ്ടെടുപ്പ്, ദൈവത്തിൻ്റെ പ്ലാൻ ഓഫ് റിഡംഷൻ. മനുഷ്യനെ വീണ്ടെടുക്കുവാൻ ദൈവം ഒരുക്കിയിരിക്കുന്ന പദ്ധതി. ആ പദ്ധതിയാണ് ഈ വേദപുസ്തകത്തിലെ വിഷയം. അതാണ് നമ്മളോട് വേദപുസ്തകത്തിൽ പറയുന്നത്. അപ്പോൾ വേദപുസ്തകത്തിന് 66 പുസ്തകങ്ങളുണ്ട്. പുസ്തകങ്ങളെല്ലാം വ്യത്യസ്തമാണ്. പല കാലഘട്ടത്തിൽ എഴുതിയ പുസ്തകങ്ങളാണ്, പല രീതിയിൽ എഴുതിയ പുസ്തകങ്ങളാണ്. ചില പുസ്തകങ്ങൾ ചരിത്രം എഴുതുന്ന പോലെ എഴുതിയിട്ടുണ്ട്, ചില പുസ്തകങ്ങൾ കവിത എഴുതുന്നത് പോലെ എഴുതിയിട്ടുണ്ട്. ചില പുസ്തകങ്ങൾക്കകത്ത് തന്നെ നമുക്ക് കവിതയും ഗദ്യവും അങ്ങനെ പലതും മിക്സഡായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ചിലതൊക്കെ കഥ എഴുതുന്നത് പോലെ എഴുതിയിട്ടുണ്ട്, ലിറ്ററേച്ചർ, സിംപ്ലി ലിറ്ററേച്ചറായിട്ട് എഴുതിയിട്ടുണ്ട്. ഇനി ചിലതൊക്കെ വെളിപ്പാട് പുസ്തകം പോലെയുള്ള പുസ്തകങ്ങളൊക്കെ ഒരു അപ്പോക്കാലിപ്റ്റിക് ലിറ്ററേച്ചർ എന്ന് പറയുന്ന രീതിയിൽ നമുക്കിന്ന് പരിചയമില്ലാത്തൊരു ലിറ്ററേച്ചർ. ഇപ്പോഴിതില്ല, 4th സെഞ്ച്വറി കഴിഞ്ഞ് പിന്നെ ആ ലിറ്ററേച്ചർ ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു ശൈലിയിൽ എഴുതിയിട്ടുണ്ട്. അത് വെളിപ്പാട് പുസ്തകമൊക്കെ എഴുതിയിട്ടുള്ളത്. അപ്പം ഈ പുസ്തകങ്ങളെല്ലാം ഒരുമിച്ച് ഒരു പുസ്തകമായി മാറാൻ കാര്യം ഇതിനകത്ത് ഒരു വിഷയമാണുള്ളതെന്നുള്ളതുകൊണ്ടാണ്. ഒരു വിഷയമാണ്, ഒരു ഇതിവൃത്തമാണുള്ളത്, ഒരു തീമാണുള്ളത്. ആ ഒരു തീം എന്ന് പറയുന്നത് ദ പ്ലാൻ ഓഫ് റിഡംഷൻ, ഗോഡ്സ് പ്ലാൻ ഓഫ് റിഡംഷൻ ഫോർ മാൻകൈൻഡ്. മനുഷ്യനെ വിടുവിക്കാനുള്ള ദൈവത്തിൻ്റെ ഇറ്റേണലായിട്ടുള്ള പദ്ധതി, അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം. അപ്പം ഈ ഇറ്റേണലായിട്ടുള്ള പദ്ധതിയെ, ഈ പ്ലാൻ ഓഫ് റിഡംഷനെ വിശദീകരിക്കുകയാണ് കവനന്റ് തിയോളജിയിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ പ്ലാൻ ഓഫ് റിഡംഷനിൽ ചില സംഭവങ്ങൾ, ഭൂതകാലത്ത് സംഭവിച്ച ചില സംഭവങ്ങളുണ്ട്, വർത്തമാനകാലത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില സംഭവങ്ങളുണ്ട്, ഇനി ഭാവി കാലത്ത് സംഭവിക്കാനിരിക്കുന്ന കുറേ സംഭവങ്ങളും ഉണ്ട്. ഭൂതകാലത്ത് സംഭവിച്ചതും വർത്തമാനകാലത്ത് സംഭവിച്ചതും ഭാവിയിൽ സംഭവിക്കാതിരിക്കുന്നതുമായിട്ടുള്ള ചില സംഭവങ്ങളുണ്ട്. ഇതിനെയെല്ലാം ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഉടമ്പടികളുടെ അടിസ്ഥാനത്തിൽ കാലാനുഗതമായി മുന്നേറുന്ന വെളിപ്പാടുകളായിട്ട് എന്ന് പറഞ്ഞാൽ പ്രോഗ്രസീവ് റെവലേഷനായിട്ട്, അത് ദാറ്റ് ടൈം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പ്രോഗ്രസീവ് റെവലേഷനായിട്ട് വിശദീകരിക്കുന്ന ഒരു പഠനശാഖയാണ് കവനന്റ് തിയോളജി. ഇറ്റ് ഈസ് നോട്ട് എക്സാക്ട്ലി എ തിയോളജി, ഒരു ഡോക്ടറിൻ്റെ ഒരു സംഹാരമല്ല, ഒരു സമഗ്രമായ പഠനമൊന്നുമല്ല. ഇതൊരു പഠനശാഖയാണ്. വേണമെങ്കിൽ ഇങ്ങനെ പഠിക്കാം, അല്ലെങ്കിൽ വേറെ രീതിയിലും പഠിക്കാം, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പഠിക്കാം, ഇങ്ങനെ വേണമെങ്കിൽ പഠിക്കാം. അങ്ങനെ പഠിക്കുന്ന ഒരു രീതിയാണ് കവനന്റ് തിയോളജി എന്ന് പറയുന്നത്. അപ്പം എല്ലാ കവനൻസും പ്രോഗ്രസീവ് റെവലേഷനാണ്. പ്രോഗ്രസീവ് ദാറ്റ് ടൈം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്ന് പറഞ്ഞാൽ ഒരു കവനൻറ്റും പിന്നീട് വരുന്നൊരു കവനൻറ്റിനെയോ അതിന് മുമ്പുള്ളൊരു കവനൻറ്റിനെയോ ക്യാൻസൽ ചെയ്യുന്നില്ല, റദ്ദാക്കുന്നില്ല. പിന്നെ എന്ത് മാത്രമേ സംഭവിക്കുന്നുള്ളൂ? പ്രോഗ്രസീവ് റെവലേഷൻ. ഒരേ കാര്യമാണ് പറയുന്നത്. എല്ലാ കവനൻറ്റിൻ്റെയും വിഷയം ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് മുമ്പുള്ളൊരു കവനൻറ്റ് ക്യാൻസൽ ചെയ്യപ്പെടുന്നില്ല, ഇനിയും വരുന്ന ഒരു കവനൻറ്റ് അത് എതിരായിട്ട് മാറുന്നില്ല. എല്ലാ കവനൻസും പ്രോഗ്രസീവ് റെവലേഷനാണ്. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം എന്നോട് റെജി ബ്രദറിനോട് പൗരോഹിത്യം ക്യാൻസൽ ചെയ്യപ്പെട്ടോ എന്ന്, നീങ്ങിപ്പോയോ എന്ന് അദ്ദേഹത്തിനോട് ചോദിച്ചല്ല. അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ബ്രദറെ, ക്യാൻസൽ ചെയ്യപ്പെട്ടു, നീങ്ങിപ്പോയി എന്ന് പറയുന്ന വാക്കുകൾ ശരിയല്ല. ആ വാക്കുകൾക്ക് പകരം ഉപയോഗിക്കേണ്ടത് ഫുൾഫില്ലായോ, നിവർത്തിക്കപ്പെട്ടോ എന്നുള്ള വാക്കാണ്.
നിവർത്തിക്കപ്പെട്ടോ, നിവർത്തിക്കപ്പെട്ടു, ആ വാക്കാണ് ഉപയോഗിക്കുന്നത്. റദ്ദാക്കപ്പെട്ടു എന്നുള്ള വാക്ക് അല്ല, ക്യാൻസൽ ചെയ്യപ്പെട്ടു എന്നുള്ള വാക്കല്ല. അപ്പോൾ പ്രോഗ്രസീവ് റെവലേഷനാണ് ഇതിൻ്റെ ലക്ഷ്യം. കവനന്റ് തിയോളജി ഇങ്ങനെ നമ്മൾ കവനൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ റിഡംഷൻ, പ്ലാൻ ഓഫ് റിഡംഷനെ പഠിക്കുന്നത്. ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ മർമ്മം എന്താണ്, മാർമികമായ അർത്ഥം എന്താണ്, അത് നമ്മളോട് പറയുക, വിശദീകരിക്കുക എന്നതാണ് കവനന്റ് തിയോളജിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ കവനന്റ് തിയോളജി ഒരു ഗ്രൂപ്പ് ഓഫ് ഡോക്ട്രിൻസ് അല്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. കവനന്റ് തിയോളജിയിലെ കവനൻസ് എല്ലാം ദൈവവും മനുഷ്യനും തമ്മിലുണ്ടാക്കുന്ന കവനൻസാണ്. ഈ കവനൻസിനെല്ലാം പ്രോമിസസ് ഉണ്ട്. ഈ എല്ലാ കവനൻസിലും ചില പ്രോമിസസ് ഉണ്ട്. നമ്മൾ ചില കവനൻസ് സമയത്തിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് വേഗത്തിലെങ്കിലും നമ്മൾ നോക്കുന്നുണ്ട്. പിന്നീട് നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ പ്രസംഗത്തിനകത്തൊക്കെ കവനൻസിനെ പറ്റി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചാൽ മതിയാവും. അപ്പോൾ ഇത് പ്രോഗ്രസീവാണ്. ഒരു കവനൻസ് പോലെ പ്രോഗ്രസീവാണെന്ന് മാത്രമല്ല, ഇതിലൊരു കണ്ടിന്യൂവേഷൻ ഉണ്ട്. ഈ ചരിത്രത്തിന് എപ്പോഴും ഒരു കണ്ടിന്യൂവേഷൻ ഉണ്ട്. ഈ കണ്ടിന്യൂവേഷൻ മാത്രമല്ല ഉള്ളത്, ഡിസ്കണ്ടിന്യൂവേഷനും ഉണ്ട്. ഡിസ്കണ്ടിന്യൂവേഷനും ഉണ്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കൽ പറഞ്ഞത്, ഇപ്പോഴും നിങ്ങൾക്ക് ദഹിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഒക്കുന്നെങ്കിൽ എൻ്റെ അടുത്ത മെസ്സേജ് അതിനെപ്പറ്റി ആകാൻ സാധ്യതയുണ്ട്. എക്സാക്ട്ലി അതിനെപ്പറ്റി അറിയത്തില്ല, അതിനകത്ത് പറയാൻ സാധ്യതയുണ്ട്. ഉൽപ്പത്തി പുസ്തകം 2-നും 3-നും ഇടയ്ക്ക് ഏകദേശം 100 വർഷത്തെ ഗ്യാപ്പുണ്ട്. ഉൽപ്പത്തി പുസ്തകം 1-നും 2-നും, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിനും അടുത്ത വാക്യത്തിനും ഇടയ്ക്ക് അനേക നൂറ്റാണ്ടുകളുടെ ഗ്യാപ്പുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിനും പുറപ്പാട് പുസ്തകത്തിനും ഇടയ്ക്ക് 400 വർഷത്തെ ഗ്യാപ്പുണ്ട്. പഴയ നിയമത്തിനും പുതിയ നിയമത്തിനും ഇടയിൽ വീണ്ടും നമുക്കെന്തുണ്ട്, 400 വർഷത്തെ ഗ്യാപ്പുണ്ട്. യേശുക്രിസ്തുവിൻ്റെ 11-ാമത്തെ വയസ്സിനും 30-ാമത്തെ വയസ്സിനും ഇടയിൽ there is a continuity and there is an discontinuity. ഈ ചരിത്രത്തിൻ്റെ ഇടയ്ക്ക് കണ്ടിന്യൂറ്റി ഉണ്ട്, ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ട്. ഇതെല്ലാമാണ് കവനന്റ് തിയോളജി വിശദീകരിക്കുന്നത്. അപ്പോൾ ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ട് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ആ സമയത്ത് ദൈവം ഒന്നും ചെയ്യാതെ ഇരിക്കുന്നു എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ ആക്റ്റീവായിട്ടുള്ള ഒരു ഇൻവോൾവ്മെൻറ്റ് ഈ ചരിത്രത്തിൽ ഉണ്ടാകുന്നില്ല എന്നതാണ്. ഇപ്പം ഉൽപ്പത്തി പുസ്തകത്തിനും പുറപ്പാട് പുസ്തകത്തിനും ഇടയ്ക്കുള്ള 400 വർഷക്കാലം ഇസ്രായേൽ ജനം മിസ്രൈമിലായിരുന്നു. ഈ മിസ്രൈമിലായിരുന്നു അവരിങ്ങനെ വർദ്ധിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിലൊന്നും ദൈവത്തിൻ്റെ ഒരു ആക്റ്റീവായ പാർട്ടിസിപ്പേഷൻ ഇല്ല, ഒരു പാസീവായ പാർട്ടിസിപ്പേഷന് ഉണ്ട്. എന്ത് ആക്റ്റീവായ പാർട്ടിസിപ്പേഷൻ, പാസീവായ പാർട്ടിസിപ്പേഷൻ ഒക്കെ പറഞ്ഞാൽ ആ ടൈമൊക്കെ നമുക്ക് ഇതിനകത്ത് ആവശ്യമാണ്. സമയമുണ്ടെങ്കിൽ ഞാൻ അതിനെ പറ്റിയൊക്കെ പിന്നീട് വിശദീകരിച്ച് പറയാം നിങ്ങളോട്. ഇപ്പോൾ സിമ്പിളി ഞാനൊരു ഉദാഹരണം പറയാം. ഞാനിവിടെ വന്നിരിക്കുന്നു, ആരാധനയ്ക്ക് പങ്കെടുക്കുന്നു, ഞാൻ പോകുന്നു. അതെൻ്റെ ഒരു പാസീവ് പാർട്ടിസിപ്പേഷനാണ്. ഞാനിവിടെ വന്നിരിക്കുന്നു, ഇന്ന് ഞായറാഴ്ച നിങ്ങളോട് ഞാൻ ദൈവവചനം ശുശ്രൂഷിക്കുന്നു. അത് വളരെ ആക്റ്റീവായിട്ടുള്ളൊരു പാർട്ടിസിപ്പേഷനാണ്. അപ്പം ഇതിന് ആക്റ്റീവ് പാർട്ടിസിപ്പേഷനും വളരെ പാസീവായിട്ടുള്ള പാർട്ടിസിപ്പേഷനുമുണ്ട്. ഈ കവനന്റ് തിയോളജി പൂർണ്ണമായിട്ടും സ്ക്രിപ്ചറലാണ്, തിരുവെഴുത്തിൽ അടിസ്ഥാനമാണ്, സ്ക്രിപ്ചറലാണ് എന്ന് മാത്രമല്ല എക്സിജറ്റിക്കലാണ്. എക്സിജറ്റിക്കൽ എന്ന് പറഞ്ഞ വാക്ക് ഞാൻ നേരത്തെ ഏതോ ഒരു മെസ്സേജിനോട് കണക്ട് ചെയ്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എക്സിജറ്റിക്കലാണ്. എക്സിജസീസ് എന്ന് പറയുന്ന വ്യാഖ്യാനത്തിനാണ് പറയുന്നത്. എക്സിജറ്റിക്കൽ എന്ന് പറഞ്ഞാൽ വചനത്തിൽ നിന്ന് തന്നെ അതിൻ്റെ അർത്ഥം കണ്ടെത്തുന്നതിനെയാണ് എക്സിജറ്റിക്കൽ എന്ന് പറയുന്നത്. പുറത്തുനിന്നും ഒരാശയത്തെ അങ്ങോട്ട് കൊണ്ടുവെക്കുന്നതല്ല, പുറത്തൊരാശയത്തെ ഇമ്പോസ് ചെയ്യുന്നതല്ല. ഞാനൊരു ഉദാഹരണം നിങ്ങളോട് പറയാം, ഉദാഹരണമായിട്ട് മാത്രം നിങ്ങൾ എടുത്താൽ മതി. മറ്റൊരു ദേവദാസിൻ്റെയും ശുശ്രൂഷയിൽ ഇടപെടേണ്ട ഉത്തരവാദിത്വമൊന്നും ഒരു ഉത്തരവാദിത്വവും എനിക്കില്ല. ഞാനങ്ങനെ ഇടപെടാറുമില്ല. അവരുടെ ശുശ്രൂഷയെല്ലാം അവരുടേത്, നമുക്ക് അതിനകത്ത് അറിയേണ്ട കാര്യമില്ല. ഞാനൊരു ഉദാഹരണത്തിന് പറയുകയാണ്. പലപ്പോഴും നമ്മൾ യാക്കോബിന്, ഈ അടുത്ത സമയത്ത് ഒരു മെസ്സേജ് കേട്ടു, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഈ യാക്കോബിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ഈ യാക്കോബ് ദൈവവുമായിട്ട് ദൈവത്തോട് പറഞ്ഞു, നീ എന്നെ അനുഗ്രഹിക്കുവാണെന്നുണ്ടെങ്കിൽ ഞാൻ നിനക്ക് ദശാംശം തരാം. നമ്മൾ നിന്നെ ഭയങ്കരമായിട്ട് വ്യാഖ്യാനിക്കാറുണ്ട്. നമ്മൾ യോബിൻ്റെ പാപത്തെ കണ്ടെത്താൻ ശ്രമിക്കുന്നവരാണ് നമ്മൾ. അത്ര മിടുക്കരായിട്ടുള്ള ആൾക്കാരാണ് നമ്മളെന്ന് പറയുന്നത്. അപ്പോൾ യാക്കോബിൻ്റെ എന്താ കുഴപ്പമെന്നുള്ളത് കണ്ടെത്തുക. നമുക്ക് എല്ലാവരും കുഴപ്പം കണ്ടെത്തണമല്ലോ. യാക്കോബിൻ്റെ കുഴപ്പം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ യാക്കോബ് ദൈവത്തെ അഡോപ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു എന്നാണ് ആ ദേവദാസൻ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ബൈബിൾ ക്ലാസ് വളരെ നല്ലതാണ്, വളരെ ആഴത്തിൽ അദ്ദേഹം പ്രസംഗിക്കുകയാണെന്ന് തോന്നിക്കും. പക്ഷേ ഒരു കുഴപ്പമെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സഞ്ചിയിൽ കുറച്ച് വ്യാഖ്യാനങ്ങളുണ്ട്.
ഈ വ്യാഖ്യാനങ്ങളുമായിട്ട് അദ്ദേഹം നടക്കുകയാണ്. ഏതെങ്കിലും വാക്യം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ മണ്ടക്കൂട്ടി തന്നെ വെക്കുക എന്നുള്ളതാണ്. യാക്കോബ് ദൈവത്തെ അഡോപ്റ്റ് ചെയ്യുവാൻ ശ്രമിച്ചു. അഡോപ്ഷൻ എന്നൊക്കെ പറയുന്നത് പിന്നീട് വരുന്ന ആശയങ്ങളാണ്. അഡോപ്ഷൻ എന്നൊക്കെ പറയുന്നത് പിന്നെ ദൈവത്തെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇതൊന്നും യാക്കോബ് ശ്രമിച്ചിട്ടേ ഇല്ല. നിങ്ങൾ യാക്കോബിനെ പറ്റി ചിന്തിച്ചു. എൻ്റെ കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞല്ലോ, പാവപ്പെട്ടവനെ വീട്ടിൽ നിന്ന് വീട് വിട്ട് വെളിയിലോട്ട് ഇറങ്ങിയിട്ടില്ലാത്ത യാക്കോബ്, അവനെ പേടിച്ച് മരണഭയം കൊണ്ട് പേടിച്ചോടി ഒരു പ്രത്യേകമായ സ്ഥലത്ത് വെച്ച് വിജനമായ ഒരു സ്ഥലത്ത് വന്ന് എവിടെ പോകണമെന്ന് പോലും അറിഞ്ഞുകൂടാത്തതുകൊണ്ട് കല്ല് തലയണയെ വെച്ച് അവിടെ കടന്നുറങ്ങി. അപ്പോൾ അതിഭയങ്കരമായ ഒരു ഞെട്ടി ഓടുന്ന യാക്കോബ് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. ആ കൂട്ടത്തിൽ സാധാരണ അവിടെ എല്ലാ ആൾക്കാരും ആ കാലഘട്ടത്തിൽ ചെയ്യുന്നത് പോലെ തന്നെ യാക്കോബ് പറഞ്ഞു, എന്നെ അനുഗ്രഹിച്ച് മടക്കി കൊണ്ടുവന്നാൽ ഞാൻ നിനക്ക് ദശാംശം തരാം. ഇത്രേ ഉള്ളൂ യാക്കോബ് ചെയ്ത കാര്യം. വേറെ ഒന്നും ആ വാക്യത്തിലില്ല. ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഇമ്പോസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇനി ദൈവത്തിന് ഈ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും വിരോധം ഉണ്ടായോ യാക്കോബിനോട്? നീ എന്നെ അഡോപ്റ്റ് ചെയ്യാൻ വന്നില്ലയോ, അതുകൊണ്ട് നിന്നെ ഞാൻ കാണിച്ചു തരാം എന്ന് ദൈവം പറഞ്ഞോ? ഇല്ല. നീ എന്നെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വന്നില്ലയോ, ദശാംശം തന്നെ എന്നെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വന്നില്ലയോ, എന്നാൽ നീ ഒന്ന് മാനിപ്പുലേറ്റ് കാണിച്ചു തരാം എന്ന് ദൈവം പറഞ്ഞോ? ഇല്ല. ദൈവം അവൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. ദൈവം അംഗീകരിച്ചു, നമ്മൾ അംഗീകരിക്കുക. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി ദേർ. ഞാൻ പറഞ്ഞല്ലോ, ഇയ്യോബിൻ്റെ പാപം അന്വേഷിച്ച് നടക്കുന്നവരാണ് നമ്മൾ പറഞ്ഞല്ലോ. അപ്പം എക്സിജറ്റിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ, വേറെ ഒരു ദേവദാസിനെ ശുശ്രൂഷയിൽ ഇടപെട്ടതല്ല. എക്സിജറ്റിക്കൽ എന്ന് പറഞ്ഞാൽ ഈ വചനത്തിൽ നിന്ന് തന്നെ അതിൻ്റെ അർത്ഥം കണ്ടെത്തുക. കവനന്റ് തിയോളജി പൂർണ്ണമായിട്ടും എക്സിജറ്റിക്കലാണ്. ഇപ്പോൾ കവനന്റ് തിയോളജി മാത്രമേ ഉപയോഗിച്ച് പഠിക്കാവുള്ളൂ എന്നില്ല വേദപുസ്തകം. നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ മെത്തേഡ് ഉപയോഗിച്ച് പഠിക്കാം. കവനന്റ് തിയോളജികൾ, കിങ്ഡം തിയോളജി ഉണ്ട്. അത് വേദപുസ്തകത്തിലെ പ്രധാനപ്പെട്ട തീം എന്ന് പറയുന്നത് ദൈവരാജ്യത്തിൻ്റെ പുനഃസ്ഥാപനമാണ് എന്നാണ് അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് എന്ന് പറയുന്നത്. കിങ്ഡം തിയോളജി ഉണ്ട്, അതും കറക്റ്റാണ്, നല്ലൊരു തിയോളജിയാണ്. പിന്നെ ബ്രദറൻകാർ സാധാരണ ഉപയോഗിക്കുന്ന ഡിസ്പെൻസേഷനിസം ഉണ്ട്. എനിക്ക് വലിയ യോജിപ്പില്ലാത്തൊരു സാധനമാണ് ഡിസ്പെൻസേഷനിസം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ പല മെത്തേഡുകളുണ്ട്. ഏത് മെത്തേഡ് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇത് ഒരു മെത്തേഡാണെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് നോക്കാം, ഈ എന്താ ഈ കവനൻസ് എന്ന് പറഞ്ഞാൽ. കവനന്റ് എന്ന് പറയുമ്പോൾ ഈ ഹീബ്രുവിൽ ബെറിത്ത് എന്ന് പറയുന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. ബെറിത്ത്, അതാണ് ഹീബ്രു ഉപയോഗിക്കുന്ന വാക്ക്. ഡിയത്തക്കെ എന്ന് പറയുന്ന വാക്കാണ് ഗ്രീക്കിൽ ഉപയോഗിക്കുന്ന വാക്ക്. ഈ രണ്ട് വാക്കിൻ്റെ അർത്ഥം നിയമം എന്നല്ല, ഉടമ്പടി എന്നാണ്. ഉടമ്പടി, കവനന്റ് എന്നാണ്. അപ്പോൾ ടെസ്റ്റമെൻറ്റ് എന്ന് പറയുന്ന വാക്ക് ശരിക്കും പറഞ്ഞാൽ അത് എക്സാക്റ്റ് ആയിട്ടുള്ളൊരു വാക്കല്ല. ഈ ഹീബ്രുവിൻ്റെയും ഗ്രീക്കിൻ്റെയും എക്സാക്റ്റ് വാക്കല്ല. ടെസ്റ്റമെൻറ്റം എന്ന് പറയുന്ന ലാറ്റിൻ വാക്കിൻ്റെ ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എന്ന് പറയാൻ പറ്റുള്ളൂ. ട്രാൻസ്ലിറ്ററേഷനാണ് ടെസ്റ്റമെൻറ്റ് എന്ന് പറയുന്ന വാക്ക്, എക്സാക്റ്റ് വാക്കല്ല. ടെസ്റ്റമെൻറ്റ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം മലയാളത്തിൽ പറഞ്ഞാൽ വിൽപത്രം എന്നാണ്. വിൽപത്രം എന്ന് പറയുമ്പോൾ ഞാൻ സ്പീഡിലാണ് പോകുന്നത്, കാരണം നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, അതുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ പോകുന്നത്. ഇത് പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് എവിടെ വരെ പോകുന്നു അവിടെ വരെ പറഞ്ഞു തീർക്കുക എന്നുള്ളതാണ്. വിൽപത്രം എന്ന് പറഞ്ഞാൽ ഒരാൾ മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം വിൽപത്രം എഴുതി വെക്കുന്നു. എബ്രായ ലേഖനത്തിൽ ഈ വാക്ക് ഈ അർത്ഥത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. വിൽപത്രം എഴുതി വെക്കുന്നു, എൻ്റെ സ്വത്തെല്ലാം ആർക്കെല്ലാം കൊടുക്കണം എന്ന് പറഞ്ഞ് വിൽപത്രം. ആ വിൽപത്രം എന്ന് പറയുമ്പോൾ ഞാൻ ജീവനോടിരിക്കുമ്പോൾ എഴുതുന്നതാണ്. അത് ഞാൻ മരിച്ചു കഴിയുമ്പോൾ മാത്രമേ അതിന് പ്രയോജനമുണ്ടാകത്തുള്ളൂ. ഞാൻ മരിക്കാതെ ഈ വിൽപത്രത്തിന് ഒന്നും ഉണ്ടാകത്തില്ല, ഒരു വാല്യൂവില്ല. വിൽപത്രം എപ്പോഴും എനിക്ക് മാറ്റി എഴുതാനായിട്ട് കഴിയും. ഞാൻ ജീവനോടിരിക്കുമ്പോൾ എൻ്റെ വസ്തുവകൾ ആർക്ക് കൊടുക്കണം, എന്ത് ചെയ്യണം ഞാൻ മരിച്ചു കഴിയുമ്പോൾ എന്നതിന് ഞാൻ എഴുതി വെക്കുന്നതാണ് വിൽപത്രം. ഞാൻ മരിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇതിന് നിയമ പ്രാബല്യം ഉള്ളതുള്ളൂ. അപ്പോൾ അത് എബ്രായ ലേഖനത്തിൽ അതിനെക്കുറിച്ചൊരു പരാമർശമുണ്ട്. പക്ഷെ ഉടമ്പടി അങ്ങനെയല്ല. ഉടമ്പടി മരിച്ചു കഴിയുമ്പോൾ പ്രാബല്യത്തിൽ വരുന്ന ഒന്നല്ല, ജീവനോട് ഇരിക്കുമ്പോൾ പ്രാബല്യത്തിൽ വരുന്നതാണ് ഉടമ്പടികൾ എല്ലാം. ഞാനതിനെപ്പറ്റി വീണ്ടും നിങ്ങളോട് പറയാം. അപ്പോൾ ഇത് ഞാൻ കവനന്റ് തിയോളജിയെക്കുറിച്ച് ബെസ്റ്റ് എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇനി നമുക്ക് ഉടമ്പടികളെക്കുറിച്ച് കുറച്ചുകൂടി വിശദമായിട്ടൊന്ന് ചിന്തിച്ച് നോക്കാം. നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത, അദ്ദേഹം ഉടമ്പടി ചെയ്യുന്ന ദൈവമാണ്, ഉടമ്പടി പാലിക്കുന്ന ദൈവമാണ്, അദ്ദേഹം ഉടമ്പടി നിവർത്തിക്കുന്ന ദൈവമാണ്. ഞാൻ 3 വാക്കുകളോട് പറഞ്ഞു. ഉടമ്പടി ചെയ്യുന്ന ദൈവമാണ്, മനുഷ്യരുമായി ഉടമ്പടി ചെയ്യുന്ന ദൈവമാണ്, ഉടമ്പടി പാലിക്കുന്ന ദൈവമാണ്. ഉടമ്പടിയിലെ എല്ലാ വ്യവസ്ഥകളും പാലിക്കുന്ന ദൈവമാണ്. ഉടമ്പടിയിൽ പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങൾ നിവർത്തിക്കുന്ന ദൈവമാണ്, ഫുൾഫില്ല് ചെയ്യുന്ന ദൈവമാണ്. നിവർത്തിക്കുക എന്ന് പറയുമ്പോൾ ഫുൾഫില്ല് ചെയ്യുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അപ്പം ഈ ഉടമ്പടികളെല്ലാം ദൈവത്തിൻ്റെ സർവാധികാരത്താൽ, ദൈവത്തിൻ്റെ തീരുമാനത്താൽ, ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പാണ് ഉടമ്പടികൾ.
എന്ന് പറഞ്ഞാൽ ഈ ഉടമ്പടികൾ ആരംഭിക്കുന്നത്, ഉടമ്പടി ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ദൈവമാണ്. ഈ തീരുമാനത്തിൻ്റെ പിന്നിൽ ഒരു മനുഷ്യൻ്റെയും ഒരു ജീവജാലത്തിൻ്റെയും ഒരു സ്വർഗീയ ജീവിയുടെയും യാതൊരു സ്വാധീനവും ഇല്ല. ദൈവം സ്വയം തീരുമാനിക്കുന്നതാണ്, ഞാൻ ഇങ്ങനെ ഒരു ഉടമ്പടി ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇതിനകത്ത് വേറെ ആരുടെയും സ്വാധീനമില്ല. നമ്മുടെ പ്രാർത്ഥനയുടെ പോലും സ്വാധീനം ഇല്ല. ഇതിനകത്ത് ആരുടെയും സ്വാധീനമില്ല. ഉടമ്പടി ചെയ്യാൻ തീരുമാനിക്കുന്ന ദൈവമാണ്. അവൻ്റെ സോവറിനിറ്റി, അവൻ്റെ സർവാധികാരത്തിലാണ് ഉടമ്പടി ചെയ്യുന്നത്. രണ്ടാമത്, ഉടമ്പടി ആരംഭിക്കുന്നത് ദൈവമാണ്. ദൈവത്തിൻ്റെ ഹിതപ്രകാരമാണ് അതിൻ്റെ പ്രമാണങ്ങളുള്ളത്. ദൈവമായി നമുക്കൊരു ഉടമ്പടി ആരംഭിക്കാൻ സാധ്യമല്ല. കുറച്ചുകൂടെ കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. മൂന്നാമത്, മനുഷ്യർക്ക് ദൈവത്തോട് ഉടമ്പടിയുടെ നിബന്ധനകൾ, കണ്ടീഷൻസ് നിർദ്ദേശിക്കാനും കഴിയത്തില്ല. ഇങ്ങനെ വേണം ഉടമ്പടി ചെയ്യാൻ എന്ന് അങ്ങോട്ട് പറയാൻ നമുക്ക് കഴിയത്തില്ല. ഉടമ്പടിയിൽ എപ്പോഴും കുറച്ച് അനുഗ്രഹങ്ങൾ കാണും, കുറച്ച് ഡ്യൂട്ടീസ് കാണും, കുറച്ച് ശാപങ്ങൾ കാണും. അതെല്ലാം ഉടമ്പടിയുടെ ഭാഗങ്ങളാണ്. നിങ്ങൾക്കൊരു വിഷയത്തെപ്പറ്റി അറിയാമായിരിക്കും. ഈ ഉടമ്പടികളെല്ലാം ദൈവം തിരഞ്ഞെടുക്കുന്ന മനുഷ്യരുമായി മാത്രമേ ഉടമ്പടി ചെയ്യാറുള്ളൂ. ദൈവം തിരഞ്ഞെടുക്കുന്ന മനുഷ്യരുമായി മാത്രമേ ഉടമ്പടി ചെയ്യാറുള്ളൂ. ഉദാഹരണത്തിന് ദൈവം ആദവുമായിട്ടൊരു ഉടമ്പടി ചെയ്തു. ആ ആദവുമായിട്ടുള്ള ഉടമ്പടിയേ ഉള്ളൂ. ആദമിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മൃഗങ്ങളുമായോ പക്ഷികളുമായോ അവൻ ഉടമ്പടി ചെയ്തില്ല. ദൈവം നോഹയുമായി ഉടമ്പടി ചെയ്തു. നോഹയുടെ കാലഘട്ടത്തിലുള്ള മറ്റ് ജീവജാലങ്ങളുമായിട്ട് ഉടമ്പടി ചെയ്തു. ഇതിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും അവർക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ ഉടമ്പടി ചെയ്തത് നോഹയുമായിട്ടാണ്. മോശയും ഇസ്രായേൽ ജനവുമായി ദൈവം ഉടമ്പടി ചെയ്തു. എന്നാൽ ഫറവോനുമായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മനുഷ്യരുമായിട്ടോ ഉടമ്പടി ചെയ്തിട്ടില്ല. ദൈവം ദാവീദുമായി ഉടമ്പടി ചെയ്തു. എന്നാൽ ശൗലുമായി ദൈവം ഉടമ്പടി ചെയ്തിട്ടില്ല. ഒരു വാക്യം നമുക്കൊന്ന് വായിക്കാം, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി. റോമർ 8:28 വാക്യം. വേഗത്തിൽ, റോമർ 8:28. വേഗത്തിൽ വേണമെങ്കിൽ, സമയം ഇതിൽ കുറവുണ്ട്. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ. നമ്മൾ സാധാരണ ഈ വാക്യം ഞാൻ മൊത്തത്തിൽ നിന്ന് വായിച്ചേക്കാം. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. സാധാരണ രോഗികളൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും, കഷ്ടതയിലൂടെ പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും, കടഭാരത്തിലിരിക്കുന്നവർ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ നമ്മൾ ഈ വാക്യം ഉപയോഗിക്കേണ്ട, കർത്താവേ നീ സകലതും നന്മയ്ക്കായിട്ട്. എന്നാൽ ഈ വാക്യത്തിൻ്റെ അർത്ഥം രക്ഷയെക്കുറിച്ചാണ്. നമ്മുടെ കഷ്ടതയെക്കുറിച്ചോ നമ്മുടെ രോഗത്തെക്കുറിച്ചോ ഒന്നുമല്ല ഈ വാക്യം പറയുന്നത്. ഈ വാക്യം രക്ഷയെക്കുറിച്ച് പറയുന്നതാണ്. നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുന്നു. അപ്പോൾ ഉടമ്പടികൾ എപ്പോഴും ദൈവം തിരഞ്ഞെടുക്കുന്നവരുമായി മാത്രമേ ചെയ്യാറുള്ളൂ. ഉടമ്പടിയുടെ ഒരു പ്രത്യേകത, അത് അഴിച്ചു മാറ്റാൻ കഴിയാത്ത ബന്ധമാണ്. കരാറുകളും ഉടമ്പടിയും തമ്മിലുള്ള വ്യത്യാസം അതാണ്. അത് അഴിച്ചു മാറ്റുവാൻ കഴിയാത്ത ബന്ധമാണ്. വിശ്വാസത്തിൻ്റെ അധിഷ്ഠിതമായിട്ടാണ് കരാറും ഉടമ്പടിയും ഉണ്ടാകുന്നത്. രണ്ടിൻ്റെയും ബേസ് എന്ന് പറയുന്നൊരു പരസ്പരമായ വിശ്വാസമാണ്. പക്ഷേ ഉടമ്പടി സ്ഥിരമാണ്, അഴിച്ചു മാറ്റാൻ കഴിയാത്തതാണ്. അതുപോലെ ഉടമ്പടി എപ്പോൾ നമുക്ക് അഴിച്ചു മാറ്റാൻ കഴിയും? ഒരേ ഒരു കണ്ടീഷനേ ഉള്ളൂ, ഒരാൾ മരിക്കണം. സ്വാഭാവികമായിട്ടൊരാൾ മരിച്ചാൽ മറ്റേയാൾ ആ ഉടമ്പടിയിൽ നിന്നും സ്വതന്ത്രനായിട്ട് മാറും. ഇല്ലെങ്കിൽ ഉടമ്പടി ലംഘിക്കുന്നയാൾ മരണശിക്ഷ അനുഭവിക്കണം. ഉടമ്പടിയുടെ ലംഘനത്തിൻ്റെ ശിക്ഷ എന്ന് പറയുന്നത് മരണമാണ്. ആർ യു ഗെറ്റിംഗ് ഇറ്റ്? ആർ യു വിത്ത് മീ? ഓക്കെ, ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് ആത്മീയമായ മർമ്മം എനിക്ക് വിശദീകരിക്കാൻ സമയമില്ലാത്തതാണ് പെട്ടെന്ന് പോകുന്നത്. ഉടമ്പടി ആര് ലംഘിച്ചാലും, അത് ആദം ലംഘിച്ചാലും കൊള്ളാം, അത് ആദം ലംഘിച്ചാലും കൊള്ളാം, നമ്മൾ ലംഘിച്ചാലും കൊള്ളാം, ഇനി ഉടമ്പടി ദൈവം ലംഘിച്ചാലും കൊള്ളാം. ഇതിൻ്റെ ഫലം എന്താണ്? അതിൻ്റെ ശിക്ഷ എന്ന് പറയുന്നത് എന്താണ്? മരണമാണ്. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞു, ഞാൻ എന്നെ കൊണ്ട് തന്നെ സത്യം. നിങ്ങൾ കേട്ടില്ലേ? അത് വായിച്ചിട്ടില്ലേ? എന്താണ് ഞാൻ എന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്യുമെന്ന് പറയാൻ കാര്യം? ഒരിക്കലും മരണമില്ലാത്ത, ഒരിക്കലും മാറ്റമില്ലാത്ത, ഒരിക്കലും വ്യത്യാസം വരാത്തവനായ, നിത്യനായ, നിതാന്തമായി ജീവിക്കുന്ന ദൈവം പറയുകയാണ്, ഈ ഉടമ്പടി ലംഘിക്കുവാണെങ്കിൽ ഞാൻ മരിച്ചു പോകട്ടെ. അത്ര ശക്തമാണ് ഉടമ്പടി. യു ഗോട്ട് ഇറ്റ് അപ്പ്. അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലേക്കാണ് വിശ്വസിക്കുന്നത്. ദൈവം എന്തുകൊണ്ടാണ് ഞാൻ എന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്യുന്നു എന്ന് പറയാനുള്ള കാര്യം. അപ്പം ഉടമ്പടിയുടെ ലംഘനം
എപ്പോഴും മരണമാണ്. ഒന്നുകിൽ മരണശിക്ഷ അനുഭവിക്കേണ്ടതായിട്ട് വരും. ഞാൻ വാക്യങ്ങൾ വായിക്കാതെ വിടുന്നു. അതുകൊണ്ടാണ് നമ്മുടെ വിവാഹം എന്ന് പറയുന്നത് ക്രിസ്തീയ വിവാഹം ഒരു കരാറല്ല, ഒരു കോൺട്രാക്റ്റ് അല്ല. ലോകത്തിലുള്ള വിവാഹങ്ങളെല്ലാം കോൺട്രാക്റ്റാണ്. ക്രിസ്തീയ വിവാഹം എന്ന് പറയുന്നത് ഒരു ഉടമ്പടിയാണ്. ആ ഉടമ്പടിയിൽ നിന്നും മരണത്താൽ മോചനം ഉണ്ടാകുന്നതും ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒരാൾ മരിച്ചാൽ മറ്റൊരാൾ എന്ത് ചെയ്യുന്നു? ഈ ഉടമ്പടിയിൽ നിന്നും പൂർണ്ണമായിട്ട് മോചനം ഉണ്ടാകുന്നു. ഉടമ്പടിയുടെ ലംഘനം എന്ന് പറയുന്നതിന് ശിക്ഷ മരണം ആണ്. ഓക്കെ, അപ്പം ആരാണ് മരിക്കേണ്ടത്? ഒന്നുകിൽ ഈ ഉടമ്പടി ചെയ്യുന്ന ആൾ മരിക്കണം, അല്ലെങ്കിൽ ഉടമ്പടി ചെയ്യുന്ന ആളിൻ്റെ ഒരു പ്രതിനിധി മരിക്കണം. പ്രതിനിധിയുടെ മരണമാണ് പാപപരിഹാരയാഗം എന്നത്. നമുക്കൊക്കെ പിന്നീട് ചിന്തിക്കാം. പ്രതിനിധിയുടെ മരണമാണ്. ഓക്കെ, ഈ ഉടമ്പടി ഞാൻ നേരത്തെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരു ജീവിക്കുന്ന ബന്ധമാണ്. ജീവിക്കുന്ന ബന്ധം എന്ന് പറയുന്നത് ജീവനോടിരിക്കുമ്പോൾ അനുഭവിക്കുന്ന ബന്ധമാണ് ഉടമ്പടി എന്ന് പറയുന്നത്. ഇപ്പോൾ രണ്ടു കൂട്ടരും ജീവനോടിരിക്കുമ്പോൾ മാത്രമേ ഉടമ്പടി ബന്ധമുള്ളൂ. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ. എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉടമ്പടി ബന്ധം ഉള്ളൂ എന്ന് മാത്രമല്ല, രണ്ടു കൂട്ടരും ജീവനോടിരിക്കുമ്പോൾ പാലിക്കേണ്ട വ്യവസ്ഥകളാണ് ഉടമ്പടി എന്ന് പറയുന്നത്. ദൈവം ജീവനോടിരിക്കുമ്പോൾ ദൈവം പാലിക്കേണ്ടതും നമ്മൾ ജീവനോടിരിക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ടതുമായ വ്യവസ്ഥകളാണ് ഉടമ്പടി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലോകത്തിൽ നമ്മൾ എങ്ങനെ ജീവിക്കുന്നു എന്നത് ഉടമ്പടിയുടെ അടിസ്ഥാനത്തിലാണ്. ദൈവവും നമ്മളും തമ്മിലുള്ള ഉടമ്പടി, അതായത് പുതിയ നിയമത്തിൻ്റെ ഉടമ്പടി ഉദ്ദേശിക്കുന്നതാണ്. പുതിയ നിയമത്തിൻ്റെ ഉടമ്പടി, ആ ഉടമ്പടിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത്. ജീവിക്കുന്ന ബന്ധമാണ്, ലിവിങ് റിലേഷൻഷിപ്പാണ് ഈ കവനന്റ് എന്ന് പറയുന്നത്. ഉടമ്പടി ഒരു പുതിയ ബന്ധം ആരംഭിക്കുകയല്ല, ഇപ്പോൾ നിലവിലുള്ളൊരു ബന്ധത്തെ അത് സുദൃഢമാക്കുകയാണ് ചെയ്യുന്നത്. കുറച്ചുകൂടെ സ്ട്രെങ്തൻ ചെയ്യുകയാണ്, കൺഫേം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് നോട്ട് സ്റ്റാർട്ടിങ് എ ന്യൂ റിലേഷൻഷിപ്പ്. ഒരു പുതിയ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുകയല്ല ചെയ്യുന്നത്, ഇപ്പോൾ നിലവിലിരിക്കുന്ന ഒരു ബന്ധത്തെ സുദൃഢമാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ദൈവം നമ്മളും തമ്മിലുള്ള ബന്ധം ആരംഭിക്കുന്നത് ഇറ്റ് ഈസ് നോട്ട് വിത്ത് ദ കവനന്റ്. ഈ റിലേഷൻഷിപ്പ് ആരംഭിച്ചത് ലോകത്തിൻ്റെ അടിസ്ഥാനം ഇടുന്നതിനും മുമ്പാണ്. അപ്പോൾ ദൈവം നമ്മളും തമ്മിലുള്ള ബന്ധം വളരെ വർഷങ്ങളായ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആരംഭിച്ച ബന്ധമാണ്. അതിന് ഉടമ്പടിയാൽ എന്ത് ചെയ്യുന്നു? നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ പുതിയ ഉടമ്പടിയിൽ വിശ്വസിക്കുമ്പോൾ ആ ഉടമ്പടിയാൽ ഈ ബന്ധം സുദൃഢമാകുന്നു, സ്ട്രെങ്തൻ ആകുന്നു എന്ന് മാത്രമല്ല, അത് സേഫ് ആകുകയും ചെയ്യുന്നു, അത് സുരക്ഷിതമാകുകയും ചെയ്യുന്നു. ഓക്കെ, ഉടമ്പടിക്ക് ചില ആചാരങ്ങളുണ്ടാകാം, ചില അടയാളങ്ങളുണ്ടാകാം. ഉദാഹരണത്തിന് നോഹയുടെ ഉടമ്പടിയിൽ മടവിൽ അടയാളമായിരുന്നു. യാക്കോബും ലാബാനും തമ്മിലുള്ള ഉടമ്പടിയിൽ ഒരു കൽക്കൂന കൂട്ടിവെച്ചു. അങ്ങനെ ചില അടയാളങ്ങൾ സ്ഥാപിക്കാം. ഇനി പ്രധാനമായിട്ടും രണ്ട് രീതിയിലുള്ള ഉടമ്പടിയുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ഞാൻ പറയുന്നത്? ഞാൻ സ്പീഡിലാണ് പോകുന്നത്, കാരണം മാക്സിമം തീർക്കാൻ നോക്കുകയാണെന്നുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ പോകുന്നത്. ഇതൊക്കെ ഇൻട്രഡക്ഷനേ ആവുന്നുള്ളൂ. രണ്ട് രീതിയിലുള്ള ഉടമ്പടിയുണ്ട്. പക്ഷെ ഇതെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം, മറന്നു പോരുത്, എങ്കിലേ നമുക്ക് ബാക്കിയുള്ളത് പഠിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഒന്ന് പാരിറ്റി കവനന്റ് എന്ന് പറയും, പാരിറ്റി കവനന്റ്. രണ്ടാമത് സൂസറൈൻ വാസൽ കവനന്റ്. രണ്ട് രീതിയിലുള്ള കവനന്റാണ് ഉള്ളത്. ഈ രണ്ട് രീതിയിലുള്ള കവനന്റ് ഉള്ളതെന്ന് പറഞ്ഞാൽ മധ്യപൂർവ്വ ദേശത്ത് അന്ന് നിലനിന്നിരുന്ന കവനന്റുകളാണ്. മധ്യപൂർവ്വദേശത്ത് അന്ന് നിലനിന്നിരുന്ന രണ്ട് രീതിയിലുള്ള കവനന്റുകളാണ്. ഈ കവനന്റുകളുടെ മോഡലാണ് ദൈവം മനുഷ്യരും തമ്മിലുള്ള ഉടമ്പടികൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിന് കാരണമുണ്ട്. മനുഷ്യർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ദൈവം ഒരു ആശയത്തെ നമ്മളോട് വിനിമയം ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനാണ് ഈ നിലവിലുള്ള ഇത്തരം കാര്യങ്ങളെ ദൈവം ഉപയോഗിക്കുന്നത്. ഈ പാരിറ്റി കവനന്റ് എന്ന് പറയുന്നത്, പാരിറ്റി കവനന്റ് അത് പറയുന്നത് തുല്യരായ രണ്ടുപേർ, നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം, ഇതൊന്ന് മനസ്സിലാക്കണം. നിങ്ങൾ തുല്യരായ രണ്ടു പേർ തമ്മിലുള്ള ഒരു ഉടമ്പടിയാണ് പാരിറ്റി കവനന്റ്. ഇപ്പോൾ രണ്ട് രാജ്യങ്ങൾ തുല്യ ശക്തികളായിട്ടുള്ള രണ്ട് രാജ്യങ്ങൾ, അവർ തമ്മിൽ എന്ത് ചെയ്യുന്നു? ഒരു പാരിറ്റി കവനന്റ് ഉണ്ടാകുന്നു. ഈ പാരിറ്റി കവനന്റ് അനുസരിച്ച് ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഇനി യുദ്ധം ചെയ്യുന്നതല്ല, യാതൊരു വഴക്കുമില്ല, അവർ തമ്മിൽ യുദ്ധം ഉണ്ടാകത്തില്ല. ഭക്ഷ്യസാധനങ്ങൾ, വ്യാപാരങ്ങൾ എല്ലാം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അനുവദിക്കും. എന്ന് മാത്രമല്ല, ഓടിപ്പോകുന്ന അടിമകൾ അവരെ പിടിച്ചാൽ ആ രാജ്യത്തു നിന്ന് ഓടി വന്ന അടിമയാണെങ്കിൽ അങ്ങോട്ട് കൈമാറും, ഈ രാജ്യത്തിനുള്ള അടിമയാണെങ്കിൽ ഇങ്ങോട്ട് കൈമാറും. നമ്മുടെ ഒനേസിമസ് ഒക്കെ അങ്ങനെ ഓടിപ്പോയ അടിമയാണ്, ഇങ്ങനെ ഓടിപ്പോയ അടിമയാണ്. അപ്പം ഇങ്ങനെ ഉള്ള ഒരു പാരിറ്റി കവനന്റ്, സമാധാനത്തിനൊരു കവനന്റാണ്. തുല്യരായ രണ്ട് രാജാക്കന്മാർ തമ്മിലാണ്. ഇവർ തമ്മിൽ ഈ പാരിറ്റി കവനന്റ് എഴുതുമ്പോൾ
നമ്മൾ ഈ സാധാരണ ഉടമ്പടിയൊക്കെ എഴുതുന്നത് നിങ്ങൾ വസ്തുവൊക്കെ ഒരു പ്രാവശ്യമെങ്കിലും ഉടമ്പടി ചെയ്തിട്ടുള്ളവർ കാണും, വാടകയ്ക്ക് താമസിച്ചിട്ടുള്ളവർ കാണും, വാടക കരാർ ചെയ്തിട്ടുള്ളവർ കാണും. അപ്പോൾ ആദ്യമേ നമ്മൾ എഴുതും ഇന്ന ആൾ തമ്മിൽ, അതിൻ്റെ അത് ഒന്നാം കക്ഷി എന്ന്, ഇനിയും ഒന്നാം കക്ഷി എന്ന് പറയും. അങ്ങനല്ലേ? അങ്ങനല്ലേ? ഓക്കെ, ഞാൻ പറഞ്ഞെടുത്തോണ്ട് പറഞ്ഞായിരുന്നു, അപ്പോൾ നിങ്ങൾ വായിച്ച് കേൾപ്പിക്കാറുണ്ട്. എന്നിട്ട് പിന്നെ രണ്ടാമത്തെ ആളോട് പറയും ഇതിനി വാടകയ്ക്ക് എടുക്കുന്ന ആൾ അല്ലെങ്കിൽ വാങ്ങിക്കുന്ന ആൾ, അദ്ദേഹത്തിന് കാര്യമൊക്കെ പറയും ഇദ്ദേഹത്തെ ഇനി മുതൽ എന്ത് ചെയ്യും, രണ്ടാം കക്ഷി എന്ന് പറയും. പാരിറ്റിക് കവനന്റിൽ ഇതുപോലെ തന്നെ പറയും, പിതാവ് പുത്രൻ എന്ന വാക്ക് ഉപയോഗിക്കും. Are you with me? You got it? പാരിറ്റിക് കവനന്റ് അവർ തുല്യരായ രണ്ട് രാജാക്കന്മാർ തമ്മിലുള്ള കവനന്റാണ്. അതുകൊണ്ട് അവർ തമ്മിലുള്ള കവനന്റ് ചെയ്യുമ്പോൾ ഈ ഒന്നാം കക്ഷി രണ്ടാം കക്ഷി എന്നത് പറയുന്ന വാക്കിന് പകരം പിതാവ് പുത്രൻ എന്നുള്ള വാക്കുകൾ അവർ ഉപയോഗിക്കാറുണ്ട്. ഇനി സൂസറൈൻ വാസൽ കവനന്റ് എന്ന് പറയുന്നത് അത് നമുക്ക് ആവശ്യമാണ്. സൂസറൈൻ വാസൽ കവനന്റ് എന്ന് പറയുമ്പോൾ ഒരു വലിയ രാജാവും ഒരു ചെറിയ രാജാവും തമ്മിലുള്ള, ഒരു ആശ്രിത രാജാവും തമ്മിലുള്ള, ഡിപ്പെൻഡൻ്റ് ആയിരിക്കുന്ന ഒരു രാജാവും തമ്മിലുള്ള കവനൻ്റാണ് സൂസറൈൻ വാസൽ കവനൻറ്റ്. ഒരു വലിയ രാജാവും ഒരു ചെറിയ രാജാവും, അദ്ദേഹം അതിൻ്റെ ആശ്രിതനാണ്. ഇവർ തമ്മിലും ഇതുപോലെ തന്നെ വഴക്കിനൊന്നും ഉണ്ടാകത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന കവനൻ്റാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ കവനൻ്റ് ചെയ്യാം എന്ന് തീരുമാനിക്കുന്നത് ഈ ശ്രേഷ്ഠനായ രാജാവാണ്, ചെറിയ രാജാവല്ല. അദ്ദേഹത്തിന് അതൊന്നും പറയാനുള്ള യാതൊരു അവകാശങ്ങളും ഇല്ല. കവനന്റ് ചെയ്യാമെന്നും ഈ വലിയ രാജാവ് തീരുമാനിക്കും. ഈ കവനൻ്റെ അകത്ത് എന്തെല്ലാം ഉൾപ്പെടുത്തണമെന്നും ഈ വലിയ രാജാവ് തീരുമാനിക്കും. ഈ ചെറിയ രാജാവ് ഇതിനോടെല്ലാം ആമേൻ എന്ന് പറയണം, അല്ലെങ്കിൽ ഇതിനോട് യോജിക്കണം. അപ്പോൾ സൂസറൈൻ വാസൻ കവനന്റ് രണ്ടുപേരും യോജിച്ചെങ്കിൽ മാത്രമേ അവർ അതിലേക്ക് വരത്തുള്ളൂ. ഓക്കെ, ഇത്ര നിങ്ങളുടെ മനസ്സിലിരിക്കണേ. ഇനി കവനൻറ്റിലേക്ക് നമ്മൾ വരുമ്പോൾ ഇനി വേദപുസ്തകത്തിലെ കവനൻറ്റിലേക്ക് നമ്മൾ ഒന്ന് നോക്കാം, അതിൻ്റെ ഒരു പ്രത്യേകതയൊക്കെ നോക്കാം. ഈ കവനൻസ് കണ്ടീഷനിലാണ്, അൺകണ്ടീഷനിലാണ്. രണ്ട് തരത്തിലുള്ള കവനൻസ് ഉണ്ട്. കണ്ടീഷണൽ ആയിട്ടുള്ള കവനൻ്റ് ഉണ്ട്, അൺകണ്ടീഷണൽ കവനൻ്റ് ഉണ്ട്. നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, കണ്ടീഷണൽ കവനൻ്റ് ഉണ്ട്, അൺകണ്ടീഷണൽ കവനൻ്റ് ഉണ്ട്. കണ്ടീഷണൽ കവനൻ്റ് അത് കുറച്ച് വ്യവസ്ഥകളുണ്ടായിരിക്കും. ഈ വ്യവസ്ഥകളെല്ലാം രണ്ടു കൂട്ടരും പാലിക്കണം. അൺകണ്ടീഷണൽ കവനൻസിനകത്ത് വ്യവസ്ഥകൾ ഉണ്ടാകുകയില്ല. അതുപോലെ തന്നെ രക്തം ചൊരിഞ്ഞുറപ്പിക്കുന്ന കവനൻ്റ് ഉണ്ട്, രക്തം ചൊരിയാതെ ഉറപ്പിക്കുന്ന കവനൻറ്റുകളും ഉണ്ട്. ഉദാഹരണത്തിന് ആദമിക് കവനൻ്റ്, ഡേവിഡിക് കവനൻ്റ്, ഇതൊന്നും രക്തം ചൊരിഞ്ഞു ഉറപ്പിച്ചത് അല്ല. എന്നാൽ അബ്രഹാമുമായിട്ടുള്ള ഉടമ്പടി, മോശയുമായിട്ടുള്ള ഉടമ്പടി, നോഹയുമായിട്ടുള്ള ഉടമ്പടി, പുതിയ ഉടമ്പടി, ഇതെല്ലാം രക്തം ചൊരിഞ്ഞ് ഉറപ്പിച്ച ഉടമ്പടികൾ ആണ്. അപ്പോൾ നിബന്ധനകൾ കൂടിയ ഉടമ്പടിയും നിബന്ധനകളില്ലാത്ത ഉടമ്പടിയും ഉണ്ട്. രക്തം ചൊരിഞ്ഞ ഉടമ്പടിയും രക്തം ചൊരിഞ്ഞല്ലാതെ ഉറപ്പിക്കുന്ന ഉടമ്പടികളും ഉണ്ട്. അപ്പോൾ ഇത്രയും ഒരു ആമുഖമായി. ഇപ്പോൾ ഏതാണ്ട് ഒരു പാതി സമയത്തോളം നമ്മുടെ കഴിഞ്ഞു ആമുഖം പറഞ്ഞ് തീർന്നപ്പെടുക്കും. ഇനി നമ്മൾ ഗൗരവമായിട്ട് ഈ കവനൻസിനെ പറ്റി ഒന്ന് പഠിക്കാനായിട്ട് പോവുകയാണ്. ആദ്യം നമ്മൾ ചിന്തിക്കുന്നത് 3 തിയോളജിക്കൽ കവനൻസ് ഉണ്ട്. നിങ്ങൾ ഇനി വളരെ ഗൗരവമായിട്ട് തന്നെ ശ്രദ്ധിക്കണം. ഇത്ര നേരമൊക്കെ പറഞ്ഞ് നിങ്ങളുടെ മനസ്സിൽ ബേസായിട്ട് വേണ്ടതാണ്. 3 തിയോളജിക്കൽ കവനൻസ് ഉണ്ട്. എന്താണ് ഈ തിയോളജിക്കൽ കവനൻസ് എന്ന് പറഞ്ഞാൽ? അപ്പം ഒരു ദേവദാസൻ, അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ ഇപ്പുറത്ത് തന്നെ അപ്പോസ്തലൻ സോ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോസ്തൽ സോ, അത് ബാക്കി ഞാൻ പറയുന്നില്ല. അത് ഇവിടെ അടുത്തുള്ള ഒരാളാണ്, അടുത്ത എറണാകുളത്ത് തന്നെയല്ല, പക്ഷേ എറണാകുളത്തിനോട് വളരെ അടുത്തുള്ള ഒരാളാണ് അപ്പോസ്തൽ സോ. എൻ്റെ ഒരു ഫേസ്ബുക്ക് ഫ്രണ്ടാണ്. അപ്പം അദ്ദേഹം ഒരിക്കലും ഒരു കമൻ്റ് എഴുതി, ട്രിനിറ്റി എന്ന് പറയുന്ന വാക്ക് വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല, അതുകൊണ്ടത് തെറ്റാണ്. ഈ അപ്പോസ്തലൻ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയെന്ന് പറഞ്ഞാൽ നിങ്ങൾ വേദപുസ്തകം ഗൗരവമായി പഠിക്കണം. പൗലോസിൻ്റെ അപ്പോസ്തലത്വത്തെ പോലും കൊരിന്ത്യ സഭ പോലും ചോദ്യം ചെയ്തിരുന്നു. ഓർക്കുന്നില്ലേ നിങ്ങളെ? പൗലോസ് പറഞ്ഞില്ലേ, ഞാനും അപ്പോസ്തലനല്ലയോ, എനിക്ക് ഈ പത്രോസിനെ പോലെ ഭാര്യയുമായിട്ട് നടക്കാൻ കഴിയില്ലയോ, എനിക്കും നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കാൻ പറ്റത്തില്ലയോ എന്നൊക്കെ പൗലോസ് ചോദിക്കുന്ന ചോദ്യമുണ്ട്. ഞാനും അപ്പോസ്തലനല്ലയോ? കാരണം ഈ പൗലോസ് സ്ഥാപിച്ച സഭയിലെ കൊരിന്ത്യ സഭ പോലും ചോദിച്ചു, നീ അപ്പോസ്തലനാണോ? അത്ര നിസ്സാരമായൊരു കാര്യമല്ല അപ്പോസ്തലൻ എന്ന് പറയുന്നത്. ഓക്കെ, വേണ്ട, നിങ്ങൾ എന്നെ നോക്കിയിരിക്കേണ്ട, അത് കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല, നമ്മുടെ കമൻറ്റ് പോകത്തില്ല അത് ഞാൻ പറഞ്ഞാൽ. ഓക്കെ, അപ്പം ദൈവശാസ്ത്രപരമായി അദ്ദേഹം പറഞ്ഞു ട്രിനിറ്റി എന്ന് പറയുന്ന വാക്ക് വേദപുസ്തകത്തിലില്ല. ഞാൻ തിരിച്ച് അദ്ദേഹത്തോട് പറഞ്ഞു, വേദപുസ്തകം എന്ന് പറയുന്ന വാക്കും വേദപുസ്തകത്തിൽ ഇല്ല, അങ്ങനെ ഒരു വാക്കും വേദപുസ്തകത്തിലില്ല, അപ്പം ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ ട്രിനിറ്റി എന്ന് പറയുന്ന വാക്ക്
അല്ലെങ്കിൽ തിയോഡൈസി. നമ്മൾ നേരത്തെ ഈ ഈവിളിനെ കുറിച്ച് പഠിച്ചപ്പോൾ, ദുഷ്ടത എങ്ങനെ ഉണ്ടായി, തിന്മ എങ്ങനെ ഉണ്ടായി എന്ന് പഠിച്ചപ്പോൾ നമ്മൾ അതിനെപ്പറ്റി പറഞ്ഞു. ആ പഠനത്തെ വിളിക്കുന്നത് തിയോഡൈസി എന്നാണ് വിളിക്കുന്നത് പറഞ്ഞു. അപ്പോൾ തിയോഡൈസി എന്ന് പറയുന്ന വാക്ക്, ഇതുപോലുള്ള പല വാക്കുകളും വേദശാസ്ത്രജ്ഞന്മാർ രൂപപ്പെടുത്തിയെടുത്ത വാക്കാണ്. വേദപുസ്തകത്തിൽ ഇത്തരം വാക്കുകളില്ല, അവർ രൂപപ്പെടുത്തിയെടുത്ത വാക്കുകളാണ്. ഇതിനെല്ലാം നമ്മൾ തിയോളജിക്കൽ കൺസെപ്റ്റ് എന്നോ തിയോളജിക്കൽ ഫ്രേസ് എന്നോ തിയോളജിക്കലായിട്ടുള്ള വാക്കുകളെന്നോ ഒക്കെ നമ്മൾ അതിനെ വിളിക്കാം. അപ്പോൾ തിയോളജിക്കൽ എന്ന് പറയുമ്പോൾ തന്നെ വേദപുസ്തകത്തിൽ എക്സ്പ്ലിസിറ്റായിട്ട്, നോട്ട് ദറ്റ് വേർഡ്, എക്സ്പ്ലിസിറ്റായിട്ട് നേരിട്ട് വേദപുസ്തകത്തിൽ പറയുന്നില്ല, എന്നാൽ വേദപുസ്തകത്തിൽ ഇതിൻ്റെ ആശയങ്ങൾ കാണുവാനായിട്ട് കഴിയും. ഓക്കെ, തിയോളജിക്കലായിട്ട് കാര്യങ്ങൾ വെറുതെ അവർ ഉണ്ടാക്കുന്നതല്ല, വേദപുസ്തകത്തിൽ നേരിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടില്ല, എന്നാൽ എന്തുണ്ട്, ഇതിൻ്റെ ആശയങ്ങൾ കാണുവാൻ കഴിയും. ഈ ആശയങ്ങളെയൊക്കെ ക്രോഡീകരിച്ചിട്ട് അതിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് നമ്മൾ തിയോളജിക്കലായിട്ടുള്ള വാക്കുകളെന്ന് ഉപയോഗിക്കുന്നത്. ഇവിടെ തിയോളജിക്കലായിട്ടുള്ള കവനൻസ്, 3 തിയോളജിക്കൽ കവനൻസ് ഉണ്ട്. ബിബ്ലിക്കൽ കവനൻസ് പിന്നീട് നമുക്ക് നോക്കാം. ഇത് 3 തിയോളജിക്കൽ കവനൻസ് ഉണ്ട്. ഒന്ന് വീണ്ടെടുപ്പിൻ്റെ ഉടമ്പടി, അല്ലെ കവനന്റ് ഓഫ് റിഡംഷൻ. കവനന്റ് ഓഫ് റിഡംഷൻ, വീണ്ടെടുപ്പിൻ്റെ ഉടമ്പടി. 2 പ്രവൃത്തികളുടെ ഉടമ്പടി, അല്ലെങ്കിൽ കവനന്റ് ഓഫ് വർക്ക്സ്. കവനന്റ് ഓഫ് വർക്ക്സ്, പ്രവൃത്തികളുടെ ഉടമ്പടി. 3 കൃപയുടെ ഉടമ്പടി, കവനന്റ് ഓഫ് ഗ്രേസ്. അപ്പോൾ ഇത് 3 മനസ്സിലാക്കാൻ നമുക്ക് കവനൻസിനെ പറ്റി പഠിക്കാൻ പറ്റില്ല. കാരണം ഇത് തിയോളജിക്കൽ കവനൻസ് ആണ്, എക്സ്പ്ലിസിറ്റായിട്ട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നതല്ല. പക്ഷേ ഈ 3 കവനൻ്റെ കീഴിലാണ് എല്ലാ കവനൻസും വരുന്നത്. ഈ തിയോളജിക്കൽ കവനൻസ് 3 അവർ പറയുന്നുണ്ട്. ഈ 3 കവനൻസിൻ്റെ കീഴിലാണ് എല്ലാ കവനൻസും വരുന്നത്. ഇതൊരു വലിയൊരു അംബ്രല്ല പോലെ നിൽക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് നോക്കാം എന്താ ഈ കവനന്റ് ഓഫ് റിഡംഷൻ എന്ന് പറഞ്ഞാൽ. കവനന്റ് ഓഫ് റിഡംഷനെ നമ്മൾ രക്ഷയുടെ ഉടമ്പടി എന്നും വിളിക്കാറുണ്ട്, വീണ്ടെടുപ്പിൻ്റെ ഉടമ്പടി എന്നും രക്ഷയുടെ ഉടമ്പടി എന്നും വിളിക്കാറുണ്ട്. ഇനി ഞാനത് എന്താണ് നിങ്ങളോട് പറയാം, നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാനൊരു വാചകം വായിച്ച് കേൾപ്പിക്കാം. ഇത് കാലങ്ങൾക്ക് മുമ്പേ, കവനന്റ് ഓഫ് റിഡംഷനാണ്, ഇത് കാലങ്ങൾക്ക് മുമ്പേ ദൈവിക തൃത്വത്തിനുള്ളിൽ ഉണ്ടായ ഉടമ്പടിയാണ്. കാലങ്ങൾക്ക് മുമ്പേ ദൈവിക തൃത്വത്തിനുള്ളിൽ ഉണ്ടായ ഉടമ്പടിയാണ്. എന്ത് മനസ്സിലായി? കാലങ്ങൾക്ക് മുമ്പേ എന്ന് പറഞ്ഞാൽ സമയം സൃഷ്ടിക്കപ്പെടുന്നതിനും മുമ്പേ, സമയം സൃഷ്ടിക്കപ്പെടുന്നതിനും മുമ്പ്. അപ്പം പണ്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല, അതിനെക്കാട്ടും പണ്ടാണ്. സമയം എന്നത് സൃഷ്ടിക്കപ്പെടുന്ന, അത് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം ആരംഭിക്കുന്നതിനുമൊക്കെ മുമ്പ്, കാലങ്ങൾക്ക് മുമ്പ് തൃത്വത്തിനുള്ളിൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നിവർക്കിടയിൽ ഉണ്ടായ ഒരു ഉടമ്പടിയാണ് നമ്മൾ വീണ്ടെടുപ്പിൻ്റെ ഉടമ്പടി എന്ന് പറയുന്നത്. സോ ഈ വീണ്ടെടുപ്പിൻ്റെ ഉടമ്പടി, കവനന്റ് റിഡംഷൻ എന്ന് പറഞ്ഞിട്ട് ഇനി അതൊരു കവനന്റ് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നിവർക്കിടയിൽ ഉണ്ടായ ഒരു ഉടമ്പടിയാണ്. ഇനി ഒരു ഉടമ്പടി ഉണ്ടായതായിട്ട് വേദപുസ്തകത്തിൽ എക്സ്പ്ലിസിറ്റായിട്ട് പറയുന്നില്ല, പക്ഷേ ആശയങ്ങൾ വേദപുസ്തകത്തിൽ ഉണ്ട്. നിങ്ങളെൻ്റെ വീഡിയോ കേൾക്കുക അല്ലെങ്കിൽ ഈ ബുക്ക് വായിക്കേണ്ടത് വാക്യങ്ങളെല്ലാം ഞാൻ പറയുന്നുണ്ട്. ഇന്നെല്ലാ വാക്യങ്ങളും ഒന്നും എനിക്ക് പറയാനായിട്ട് കഴിയുന്നില്ല. അപ്പോൾ ഇതൊരു സൂസറൈൻ വാസൽ ഉടമ്പടിയല്ല, ഇതൊരു പാരിറ്റി ഉടമ്പടിയാണ്. അവിടെ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന 3 അല്ലെങ്കിൽ 3 അസ്തിത്വങ്ങളും അവർ തുല്യരാണ്. അതുകൊണ്ട് അവരുടെ ഇടയിൽ ഉണ്ടായിട്ടൊരു ഉടമ്പടിയാണ്. ഇതൊരു പാരിറ്റി ഉടമ്പടിയാണ്. ഈ ഉടമ്പടി എന്താണ്? ഈ ഉടമ്പടിയുടെ വ്യവസ്ഥകൾ എന്ന് പറയുന്നത്, ഈ ഉടമ്പടി അനുസരിച്ച് വീണ്ടെടുക്കപ്പെടുന്ന മനുഷ്യരെ പിതാവായ ദൈവം തെരഞ്ഞെടുക്കുന്നു. വീണ്ടെടുക്കപ്പെടുന്ന മനുഷ്യരെ പിതാവായ ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പ് എന്ത് ചെയ്യുന്നു? തിരഞ്ഞെടുക്കുന്നു, ക്രിസ്തുവിൽ തിരഞ്ഞെടുക്കുന്നു. യേശു ക്രിസ്തു അവരുടെ പാപ പരിഹാരം ക്രമീകരിക്കുന്നു. അവരുടെ പാവപരിഹാരത്തിന് വേണ്ടത് എന്താണോ അത് യേശു ക്രിസ്തു ക്രമീകരിക്കുന്നു, അല്ലെങ്കിൽ പുത്രൻ ക്രമീകരിക്കുന്നു. പിതാവ്, പുത്രൻ, പാരിറ്റി ഉടമ്പടിയിൽ പിതാവ്, പുത്രൻ എന്നുണ്ട്. 3 പരിശുദ്ധാത്മാവ് ഈ തിരഞ്ഞെടുക്കപ്പെട്ടവരെ നിത്യജീവനായിട്ട് രക്ഷിക്കുന്നു. അല്ലെങ്കിൽ ഈ സാൽവേഷൻ, യേശു ക്രിസ്തുവിലൂടെ സാധ്യമായിരിക്കുന്ന പാപത്തിൻ്റെ പരിഹാരം ഓരോ വ്യക്തിയിലും, എലക്റ്റഡ് ആയിട്ടുള്ള ഓരോ വ്യക്തിയിലും അപ്ലൈ ചെയ്യുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവാണ് ഓരോ വ്യക്തികളെയും രക്ഷയിലേക്ക് നടത്തുന്നത് എന്ന് നമുക്ക് സാധാരണ രീതിയിൽ നമുക്ക് പറയുവാൻ കഴിയും. വീണ്ടെടുക്കപ്പെടുന്ന മനുഷ്യരെ തിരഞ്ഞെടുക്കുക. ഈ കവനന്റ് ഓഫ് റിഡംഷൻ്റെ വ്യവസ്ഥകളാണ് നമ്മൾ പറയുന്നത്.
എന്താണ് അവർ തമ്മിലുണ്ടാക്കിയ കവനന്റ്? പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുണ്ടാക്കിയ കവനന്റ് എന്താണ്? വീണ്ടെടുക്കപ്പെടുന്ന മനുഷ്യരെ തിരഞ്ഞെടുക്കുക. അത് പിതാവായ ദൈവം തിരഞ്ഞെടുക്കുന്നു. പുത്രനായ ദൈവം അവരെ എന്ത് ചെയ്യുന്നു? അവർക്ക് വേണ്ട പാപപരിഹാരം വരുത്തുന്നു. പരിശുദ്ധാത്മാവ് ഈ പാപപരിഹാരം പിതാവായ ദൈവം തിരഞ്ഞെടുത്തവരിൽ അപ്ലൈ ചെയ്യുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാൽ എന്ത് ചെയ്യുന്നു? അവരെ വീണ്ടെടുക്കപ്പെടുന്നു, അവർ രക്ഷയിലേക്ക് വരുന്നു. ഓക്കെ, എനിക്ക് വാക്യങ്ങൾ ഒത്തിരി വായിക്കണമെന്നുണ്ട്. പക്ഷേ ഈ കൺസെപ്റ്റ് വേദപുസ്തകത്തിലുണ്ട്, ഇങ്ങനെ നേരിട്ട് പറയുന്നില്ലെങ്കിലും നമുക്കതുകൊണ്ട് ഒരു വാക്യം മാത്രം വായിച്ച് നമുക്ക് പോകാം. യോഹന്നാൻ 17:4 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. അതിലെ 1-2 വാക്യങ്ങൾ വായിച്ചാൽ മതി. 4-ാമത്തെ വാക്യം, പ്രവൃത്തി തികച്ചിരിക്കുന്നു. നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. യു ഗോട്ട് ഇറ്റ്. ഞാൻ വിശദീകരിക്കുമ്പോൾ സമയമില്ല. പിതാവായ ദൈവം എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി. അപ്പോൾ എങ്ങനെയാണ് ഈ തിയോളജിയൻസ് ഈ കൺസെപ്റ്റ് ഉണ്ടാക്കിയത്? അതാണ് നിങ്ങളോട് പറയാൻ ഞാൻ ശ്രമിക്കുന്നത്. വാക്യങ്ങൾ ഒത്തിരി വായിക്കാം, പക്ഷെ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് പോകും. നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. ഞാൻ ഈ പ്രവൃത്തി നീ എനിക്ക് ചെയ്യാൻ തന്നാണ്, ഞാൻ തികച്ചു. ഇനി 6-ാം വാക്യം, നീ ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു. നീ ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള, അപ്പോൾ ഈ മനുഷ്യരെ പിതാവായ ദൈവം യേശു ക്രിസ്തുവിന് കൊടുത്തതാണ്. ഓക്കെ, ഇനി 9-ാമത്തെ വാക്യം, ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു, ലോകത്തിനു വേണ്ടിയല്ല, നീ എനിക്ക് തന്നിട്ടുള്ളവർ നിനക്കുള്ളവർ ആകൊണ്ട്. നീ എനിക്ക് തന്നിട്ടുള്ളവർ നിനക്കുള്ളവർ ആകൊണ്ട്. അപ്പോൾ ഇതെല്ലാം ആ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുന്നതാണ്. ഇദ്ദേഹത്തിൽ യോഹന്നാൻ്റെ സുവിശേഷം 17-ാമത്തെ അധ്യായത്തിൽ നിന്നാണ് ഞാൻ ഈ വാക്യങ്ങൾ വായിച്ച് കേൾപ്പിച്ചത്. നിങ്ങൾക്ക് സമയവും സൗകര്യവും ഉണ്ടെങ്കിൽ വീട്ടിൽ പോയിരുന്ന് ശാന്തമായിട്ട് ഈ 17-ാമത്തെ വാക്യം, നിങ്ങൾക്ക് 16-ാമത്തെ വാക്യം കൂടെ വായിക്കുക. യേശു ക്രിസ്തുവിൻ്റെ മഹാപുരോഹിത പ്രാർത്ഥനയാണുള്ളത്. അത് വളരെ ശാന്തമായി നിങ്ങൾ വായിക്കണം. വളരെയധികം ഡോക്ട്രിൻസ് അടങ്ങിയിരിക്കുന്ന, ഉപദേശം അടങ്ങിയിരിക്കുന്ന ഒരു അധ്യായമാണ്. ഓക്കെ, ഇനി എഫേസർ 1:4 വാക്യം ഒന്ന് വായിച്ചാലോ? അതൊരു വായിച്ചു. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ തിരഞ്ഞെടുക്കുകയും. ഞാൻ പിന്നെ അങ്ങ് തിരുഹൃദയത്തിന്റെ മതി, നമുക്ക് സമയമില്ല. 2-ാമത്തെ തിയോളജിക്കൽ കവനന്റ് എന്ന് പറയുന്നത് കവനന്റ് ഓഫ് വർക്ക്സ് ആണ്. കവനന്റ് ഓഫ് വർക്ക്സ്. ഓക്കെ, ഇസ് റൈറ്റ്? ഓക്കെ, കവനന്റ് ഓഫ് വർക്ക്സ് ആണ് 2-ാമത്തെ തിയോളജിക്കൽ കവനന്റ്. കവനന്റ് ഓഫ് വർക്ക്സിനെ നമ്മൾ ആദമിക് കവനന്റ് എന്ന് വിളിക്കാം, ആദാമിൻ്റെ ഉടമ്പടി എന്ന് വിളിക്കാം, ജീവൻ്റെ ഉടമ്പടി എന്ന് വിളിക്കാം, സൃഷ്ടിയുടെ ഉടമ്പടി എന്നും വിളിക്കാം. നിങ്ങൾ വിളിക്കാം, നമ്മളതിനെ ആദമിക് കവനന്റ് എന്നും കവനന്റ് ഓഫ് വർക്ക്സ് എന്നും നമുക്ക് വിളിക്കാം. ബാക്കിയൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ ആദാമുമായിട്ട് ദൈവം ഒരു ഉടമ്പടി ചെയ്യുമ്പോൾ ആദമിനെ കണ്ടിരുന്നത് ഒരു ഫെഡറൽ ഹെഡായിട്ടാണ്. ഫെഡറൽ ഹെഡ് അല്ലെങ്കിൽ സംയുക്ത ശിരസ്, സംയുക്ത പദവി എന്നൊക്കെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക. സംയുക്ത പദവി, സംയുക്ത ശിരസ് എന്ന് പറയുന്നത് ഫെഡറൽ ഹെഡായിട്ടാണ് കണ്ടിരിക്കുന്നത്. അപ്പോൾ ആദമിൻ്റെ സന്തതി പരമ്പരകളായിരിക്കുന്ന നമ്മൾ, ആദാം പാപം ചെയ്തപ്പോൾ ആദാമിലൂടെ ഇങ്ങനെ പാപം നമ്മളിലേക്ക് ഇറങ്ങി വന്നതല്ല. പിന്നെയോ നമ്മൾ ആ പാപം ചെയ്യുമ്പോൾ ആദാമിൽ ഉണ്ടായിരുന്നത് കൊണ്ട് നമ്മളും പാപം ചെയ്തു. ദാറ്റ് ഈസ് എ ഫെഡറൽ ഹെഡ്ഷിപ്പ്. ഉദാഹരണത്തിന് എബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ, അബ്രഹാം മൽക്കിസദേക്കിന് ദശാംശം കൊടുത്തപ്പോൾ ലേവ്യരും ദശാംശം കൊടുത്തു എന്ന് പറയുന്നുണ്ട്. ലേവ്യരൊക്കെ പിന്നീട് എത്രയോ നാളിന് ശേഷമാണ് ലേവ്യർ ജനിക്കുന്നത്. പക്ഷെ അബ്രഹാമിൻ്റെ ഉള്ളിൽ ആരുണ്ടായിരുന്നു? ലേവ്യരുണ്ടായിരുന്നു. അല്ല, അബ്രഹാമിൻ്റെ സന്തതി പരമ്പരകളിലേക്ക് ഈ പിന്നെ ഓരോരുത്തരുടെ സ്വഭാവങ്ങൾ ഇങ്ങനെ പറന്ന് വന്നതിൻ്റെ കൂട്ടത്തിൽ വന്നതല്ല. ആ സെൻസിലല്ല. അല്ല, ആദമിൻ്റെ സന്തതികളായതുകൊണ്ട് ഇങ്ങനെ നമ്മളിലേക്ക് ഇങ്ങനെ പകർന്ന് ആ സെൻസിലല്ല. ഫെഡറൽ ഹെഡ്ഷിപ്പ് എന്ന് പറയുമ്പോൾ ആദമിൽ നമ്മളും ഉണ്ടായിരുന്നു. ആദം ഒരു ഫെഡറൽ ഹെഡായിരുന്നു. ആദമിൽ നമ്മളും ഉണ്ടായിരുന്നത് കൊണ്ട് ആദം പാപം ചെയ്തപ്പോൾ സകല മനുഷ്യരും പാപം ചെയ്തു. അല്ലാതെ ആദം പാപം ചെയ്തുകൊണ്ട് നിഷ്കളങ്കരായ നമ്മളെല്ലാവരും പാപികളായി മാറിയതല്ല. പിന്നെന്താണ്? ആദം പാപം ചെയ്തപ്പോൾ അവനിൽ നമ്മളുണ്ടായിരുന്നത് കൊണ്ട് നമ്മളും എന്ത് ചെയ്തു? നമ്മളും പാപം ചെയ്തു. അപ്പം ഈ ആദമിക് കവനന്റ് എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാക്കണം. ഞാൻ ഒന്ന് വായിച്ചേക്കാവുന്ന ഉൽപ്പത്തി 2:16-17. എന്തെന്നാൽ തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൻ ഫലം തിന്നരുത്. ഇതിനൊരു കവനന്റ് ലാംഗ്വേജ് ആണ്. ഇതൊരു ഉടമ്പടിയുടെ ഭാഷയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് മാത്രമല്ല ആദമിക് കവനന്റ് എന്ന് പറയുന്നത്.
ആദമിനോട് ദൈവം പറഞ്ഞ അതിന് മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ഭൂമിയിലെല്ലാം നിങ്ങൾ പെരുകി, എണ്ണത്തിൽ പെരുകി, ഈ ഭൂമിയെ നിങ്ങൾ അടക്കി വാഴണം. നിങ്ങൾ അടക്കി വാഴണം. സസ്യങ്ങളുടെ മേലും ജീവജാലങ്ങളുടെ മേലും ജന്തുക്കളുടെ മേലും നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുകയാണ്. നിങ്ങൾ പെരുകി ഈ ഭൂമിയെ നിങ്ങൾ അടക്കി വാഴണം. ഇതും ഈ ആറ്റമിക് കവനന്റിൻ്റെ ഭാഗമാണ്. ഇതെല്ലാം അതിൻ്റെ ഭാഗമാണ്. എന്നിട്ട് ദൈവം പറഞ്ഞു, നിങ്ങൾ തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം. ഒരു അനുഗ്രഹവും ഒരു ശാപവും, ശാപം എല്ലാം ഉടമ്പടിക്കകത്തുള്ളതുപോലെ തന്നെ ഒരു അനുഗ്രഹവും ശാപവും ഉണ്ട്. എന്ത് ചെയ്യണം? ചില പ്രവൃത്തികൾ ആദമിന് ചെയ്യുവാനായിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളിതിനെ കവനൻ്റ് ഓഫ് വർക്ക്സ് എന്ന് വിളിക്കുന്നത്. ആദം ദൈവം പറഞ്ഞ കൽപ്പന അനുസരിച്ച് ജീവിക്കണം. അനുസരണം എന്ന് പറയുന്ന ഒരു പ്രവൃത്തി ഇതിൽ ചെയ്യുവാനായിട്ട് ഉണ്ട്. ലിസൺ. അപ്പോൾ അനുസരണം എന്ന് പറഞ്ഞൊരു പ്രവൃത്തി ഇതിൽ ചെയ്യുവാനുള്ളത് കൊണ്ടാണ് നമ്മൾ ഇത് വിളിക്കുന്നത് പ്രവൃത്തികളുടെ ഉടമ്പടി എന്ന് വിളിക്കുന്നത്. ഈ പ്രവൃത്തി ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? നീ മരിക്കും. നിന്റെ പ്രവൃത്തി ചെയ്യാതിരിക്കുന്നത്, അനുസരണക്കേടെന്ന് പറയുന്നത്, അതിനെ പാവമായി കണക്കാക്കും, നീ മരിക്കുകയും ചെയ്യും. നമുക്ക് മറ്റൊരു വാക്യം ഹോശിയ 6:7. ആദം എന്ന പോലെ നിയമത്തെ ലംഘിച്ചു, അവിടെ അവർ എന്നോട് വിശ്വാസപാതകം ചെയ്തിരിക്കുന്നു. എന്നാൽ അവർ ആദം എന്ന പോലെ നിയമം എന്ന് പറയുന്ന വാക്കിന് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന എബ്രായ വാക്ക് ബെറിത്ത് എന്ന് പറയുന്ന വാക്കാണ്. ബെറിത്ത് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ഉടമ്പടി എന്നാണ്. അപ്പോൾ നമ്മൾ ആ വാക്കിനെ ഒന്ന് കറക്റ്റ് ചെയ്ത് വായിച്ചാൽ നമുക്ക് ഇങ്ങനെ വായിക്കാൻ പറ്റും, എന്നാൽ ആദം എന്ന പോലെ ഉടമ്പടിയെ ലംഘിച്ചു. കുറച്ചുകൂടെ വിശദമായി പറയേണ്ടതാണ് ആ വാക്യം, ഞാൻ പക്ഷേ അത്രയും സമയം എടുക്കുന്നില്ല. എന്നാൽ ആദം എന്ന പോലെ ഉടമ്പടിയെ അവൻ ലംഘിച്ചു. ആദമിൻ്റെ ഉടമ്പടി, അല്ലെങ്കിൽ ആദവും ദൈവവും തമ്മിലുള്ള ഈ ഉടമ്പടി, അതിനെ ഉടമ്പടി എന്ന് വിളിക്കുന്ന ഒരു ഏകവാക്യമാണ് ഒരു ഇതിൽ പറഞ്ഞാൽ ഇത്. അവൻ ആദമിന് ചില പ്രവൃത്തികൾ ചെയ്യാനുണ്ടായിരുന്നു, ചില അനുസരണമുണ്ടായിരുന്നു. ഈ അനുസരണക്കേട് കാണിച്ചാൽ അവന് ശിക്ഷ ലഭിക്കും, അവൻ മരിക്കും. ഉടമ്പടി ലംഘിച്ചിരിക്കുന്നു പറയും. ഉടമ്പടിയുടെ ഭാഷ അവിടെ ഉപയോഗിക്കുന്നുണ്ട്. അത് പക്ഷേങ്കിൽ നിർഭാഗ്യവശാൽ നിങ്ങൾക്കറിയാം, ആദം ഉടമ്പടി ലംഘിച്ചു. അങ്ങനെ സകല മനുഷ്യരും ആദമിൽ ഉടമ്പടി ലംഘിച്ചവരായിട്ട് മാറി. അങ്ങനെ നമ്മൾ ടോട്ടലി ഡിപ്രൈവ്ഡായിട്ട് മാറി, അല്ലെങ്കിൽ ടോട്ടലി മലിനമായിട്ട് മാറി, ടോട്ടലി തകർന്നതായിട്ട് മാറി. മൂന്നാമത്തെ തിയോളജിക്കൽ കവനൻറ്റ് എന്നത് കൃപയുടെ ഉടമ്പടിയാണ്, കവനൻ്റ് ഓഫ് ഗ്രേസ്. അപ്പോൾ വേദപുസ്തകത്തിലെ എല്ലാ ഉടമ്പടികളും ഈ 3 ഉടമ്പടിക്കകത്ത്, ഈ 3 തിയോളജിക്കൽ ഉടമ്പടിയുടെ കീഴിലാണ് ബാക്കി എല്ലാ ഉടമ്പടികളും വരുന്നത്. ഓൾറെഡി നമ്മൾ ആദാമിൻ്റെ ഉടമ്പടി പറഞ്ഞു കഴിഞ്ഞു. കൃപയുടെ ഉടമ്പടി ആരംഭിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിലാണ്. പുതിയ നിയമത്തിലല്ല, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിലാണ്. ഏതും തോട്ടത്തിൽ വെച്ച് മനുഷ്യൻ പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ അവനെ തോട്ടത്തിൽ നിന്ന് ഇറക്കി വിടുന്നതിന് മുമ്പായിട്ട് ദൈവം അവനോട് ഒരു ഉടമ്പടി ചെയ്തു. ഈ ഉടമ്പടിയെ നമ്മൾ കൃപയുടെ ഉടമ്പടി എന്ന് വിളിക്കാൻ കാര്യം, അല്ലെങ്കിൽ കൃപയുടെ ഉടമ്പടിയെ നമ്മൾ ഏതെങ്കിലും ഉടമ്പടിയെ വിളിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വിളിക്കാനുള്ള കാര്യം, ഇതിനകത്ത് പ്രവൃത്തികളില്ല എന്നതുകൊണ്ടല്ല, നമുക്ക് ചെയ്യുവാനുള്ള പ്രവൃത്തികളൊന്നും ഇല്ല എന്നതുകൊണ്ടല്ല, ദൈവം തൻ്റെ മഹാകൃപയാൽ ചെയ്ത ഉടമ്പടി എന്ന അർത്ഥത്തിലാണ് കൃപയുടെ ഉടമ്പടി എന്ന് വിളിക്കുന്നത്. ഞാൻ നേരത്തെ തുടക്കത്തിൽ ഇങ്ങോട്ട് പറഞ്ഞു, ഓരോ ഉടമ്പടിയും എന്ത് ചെയ്യുന്നില്ല? റദ്ദാക്കപ്പെടുന്നില്ല. ഓരോ ഉടമ്പടിയും ക്യാൻസൽ ചെയ്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ ആദാമിൻ്റെ ഉടമ്പടി എങ്ങനെയുണ്ട്? അവിടെ തന്നെയുണ്ട്. അതിനെ ആരും ക്യാൻസൽ ചെയ്തിട്ടില്ല. അതവിടെ തന്നെ നിലനിൽക്കുമ്പോൾ മനുഷ്യർ പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ ദൈവത്തിന് അവരെ വഴിക്ക് വിടാം. ദൂതന്മാർ പാപം ചെയ്തില്ലേ? ദൂതന്മാർ അവിടെ വലിയ കലാപം ഉണ്ടാക്കിയില്ലേ? എല്ലാ ദൂതന്മാരെയും സ്വർഗത്തിൽ നിന്ന് എല്ലാ ദൂതന്മാരെയും ദൂതന്മാരെ കലാപം ഉണ്ടാക്കിയ ദൂതന്മാരെ എല്ലാം സ്വർഗത്തിൽ നിന്ന് അവൻ ഇറക്കി വിട്ടില്ലേ? ആ ദൂതന്മാരിൽ ഒരാളായിട്ട് പോലും ദൈവം ഒരു ഉടമ്പടി ചെയ്തില്ല. ഒരിക്കൽ ഈ മരണശിക്ഷ വിധിക്കപ്പെട്ട് കഴിഞ്ഞിട്ട് അവർക്ക് രണ്ടാമതൊരു അവസരം കൂടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മനുഷ്യർക്ക് മാത്രമേ ഉള്ളൂ. ദൂതന്മാർക്ക് മറ്റൊരവസരം ദൈവം കൊടുത്തില്ല. ദൂതന്മാരോട് പറഞ്ഞില്ല, നിങ്ങൾ രക്ഷിക്കപ്പെട്ട് വരുമ്പോൾ ഞാൻ സ്വീകരിക്കാം എന്ന് ദൂതന്മാരോട് ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഒരിക്കലും ഒരു പാസ്റ്റർ പ്രസിഡന്റ്, എനിക്കത് ഇവിടെ തന്നെ നിങ്ങൾ ആരാണെന്ന് പറഞ്ഞെന്ന് തോന്നുന്നു, ദൂതന്മാരുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാ ദൂതന്മാരും വീണുപോയ ദൂതന്മാരും മാനസാന്തരപ്പെട്ടാൽ പിന്നെ നമ്മുടെ പ്രശ്നമെല്ലാം പരിഹരിക്കും. പിന്നെ പിശാചില്ല, പോരാട്ടമില്ല, യാതൊരു കാര്യങ്ങളുമില്ല. പക്ഷെ അവർക്ക് അങ്ങൊരു വ്യവസ്ഥയില്ല. ദൂതന്മാർക്ക് അങ്ങൊരു വ്യവസ്ഥ ദൈവം കൊടുത്തിട്ടേ ഇല്ല. പക്ഷെ നമ്മളുമായിട്ട് കൃപയാൽ
ദൂതന്മാരോട് എങ്ങനെ പെരുമാറിയോ അതുപോലെ നമ്മളോടും ദൈവത്തിന് പെരുമാറിയാൽ മതി. ദൈവത്തെ നിർബന്ധിക്കാൻ ആരുമില്ല, ഉപദേശിക്കാൻ ആരുമില്ല. ഈ മനുഷ്യരോട് നീ എന്താ ഇങ്ങനെ ചെയ്തതെന്ന് ചോദിക്കാൻ ആരും തന്നെയില്ല. ഇത് തെറ്റായിപ്പോയി, അനീതിയായിപ്പോ എന്ന് പറയാൻ ആരും തന്നെയില്ല. ഇതൊന്നും ഇല്ലാതിരിക്കെ ദൈവം കൃപയാൽ നമ്മളുമായിട്ട് ഒരു ഉടമ്പടി ചെയ്തു. അതുകൊണ്ടാണ് ഈ ഉടമ്പടികളെ കൃപയുടെ ഉടമ്പടി എന്ന് വിളിക്കുന്നത്. അപ്പോൾ കൃപയുടെ ഉടമ്പടിയിലെ വാക്തത്വം എന്ന് പറയുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കൂട്ടം ആളുകളെ ദൈവം രക്ഷിക്കാം എന്നുള്ളതാണ്. മരണത്തിൽ നിന്നും രക്ഷിക്കാം. മരണമാണ് ഉടമ്പടി ലംഘനത്തിൻ്റെ ശിക്ഷ എന്ന് പറയുന്നത്. അതുകൊണ്ട് 33:15 ഈ കൃപയുടെ ഉടമ്പടി ആദ്യമായി ദൈവം പ്രഖ്യാപിക്കുന്നത്. ഈ പ്രഖ്യാപിച്ച ഉടമ്പടി പിന്നീട് ഒരിക്കലും റദ്ദാക്കപ്പെടുകയോ മാറ്റിവെക്കപ്പെടുകയോ കുറേ നാളത്തേക്ക് പ്രവർത്തിക്കാതിരിക്കുകയോ ചെയ്തിട്ടില്ല. 33:15 നിങ്ങൾ എപ്പോഴും ഓർക്കണം, ഒരു ഉടമ്പടിയും റദ്ദാക്കപ്പെടുന്നില്ല, മാറ്റിവെക്കപ്പെടുന്നില്ല, പ്രവർത്തിക്കാതിരിക്കുന്നില്ല. ഉടമ്പടികളെല്ലാം അവിടെ അങ്ങനെ തന്നെ ഉണ്ട്, അങ്ങനെ തന്നെ നിലനിൽക്കും. അപ്പോൾ ഈ കൃപയുടെ ഉടമ്പടി ദൈവം ഉൽപ്പത്തി പുസ്തകത്തിൽ പ്രഖ്യാപിച്ചത് പിന്നീട് ഒരിക്കലും റദ്ദാക്കിയിട്ടില്ല, കുറേ നാളത്തേക്ക് സസ്പെൻഡ് ചെയ്തിട്ടില്ല, കുറേ നാളത്തേക്ക് മാറ്റിവെച്ചിട്ടില്ല, അത് കഴിഞ്ഞ് ഇതിനെ തിരിച്ചെടുക്കുക, അങ്ങനെ യാതൊരു പരിപാടിയും ഉണ്ടായിട്ടില്ല. ദൈവം ഇങ്ങനെയാണ് പറഞ്ഞത്, ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും, സന്തതികൾ എന്ന അനേകരെ കുറിച്ചല്ല, സന്തതിക്കും. അബ്രഹാമിനെ കുറിച്ച് പൗലോസ് പറഞ്ഞൊരു വാക്യമാണ് ഞാൻ കോട്ട് ചെയ്തത്. സന്തതികൾ എന്ന അനേകരെ കുറിച്ചല്ല, സന്തതിക്കും എന്നുകൊണ്ടാണ്. അതുകൊണ്ടാണ് ആദമിനും ഹവ്വയ്ക്കും ഒരു മകൻ ജനിച്ചപ്പോൾ ദൈവം എനിക്കൊരു സന്തതിയെ തന്നു എന്ന് പറഞ്ഞ് അവന് കയീൻ എന്ന് പേരിട്ടത്. അപ്പോൾ വീണ്ടും വീണ്ടും മക്കൾ ജനിക്കുമ്പോഴെല്ലാം ഹവ്വ പറയുന്നൊരു കാര്യം, ദൈവം വീണ്ടും എനിക്കൊരു സന്തതിയെ തന്നു. ഇത് പറയുമ്പോൾ ഹവ്വ പ്രതീക്ഷിച്ചത് ഈ സന്തതി, ഇപ്പോൾ എനിക്ക് ജനിച്ച ഈ സന്തതി ആയിരിക്കാം ദൈവം വാഗ്ദത്തം ചെയ്ത സന്തതി എന്നാണ് ഹവ്വ പ്രതീക്ഷിച്ചത്. ഓക്കെ, ഹവ്വ പ്രതീക്ഷിച്ച പോലെ ആയിരുന്നില്ല കാര്യങ്ങൾ. നിങ്ങൾക്കറിയാം, ഈ സന്തതി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു പ്രോമിസാണ്, ദൈവത്തിൻ്റെ ഒരു വാഗ്ദത്തമാണ്. ഞാൻ മുമ്പേ നിങ്ങളോട് പറഞ്ഞു, ദൈവത്തിൻ്റെ ഉടമ്പടിക്ക് അതിൻ്റെ പ്രോമിസസിന് ഒരു കണ്ടിന്യൂറ്റി ഉണ്ട്, ഒരു ഡിസ്കണ്ടിന്യൂറ്റിയും ഇടയ്ക്കിടയ്ക്ക് ഉണ്ട്. ദൈവത്തിൻ്റെ പ്രോമിസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സന്തതിയെ ഞാൻ നിനക്ക് തരാം. ആ സന്തതി എന്ത് ചെയ്യും? ഈ പിശാചിൻ്റെ തലയെ തകർക്കും. ഈ പ്രോമിസസിൻ്റെ നിവൃത്തിക്ക് കണ്ടിന്യൂറ്റി ഉണ്ട്, ഡിസ്കണ്ടിന്യൂറ്റിയും ഉണ്ട്. ഓക്കെ, അപ്പം ഈ ഉടമ്പടിയും ഒരു അൺകണ്ടീഷണലായിട്ടുള്ള ഉടമ്പടിയാണ്. അവരോടൊന്നും ചെയ്യണമെന്ന് പറഞ്ഞില്ല, നിങ്ങൾ എന്തെങ്കിലും പ്രവർത്തിക്കണം എന്ന് അവരോട് പറഞ്ഞില്ല, ഇങ്ങനെ ചെയ്താൽ ഞാൻ നിനക്ക് തരാം എന്ന് പറഞ്ഞില്ല. ഇതൊരു അൺകണ്ടീഷണലായിട്ടുള്ള ഉടമ്പടിയാണ്. രക്തം ചൊരിഞ്ഞ് ഉറപ്പിച്ച ഒരു ഉടമ്പടിയുമാണ്. അപ്പോൾ നമുക്ക് തോന്നിക്കും കൃപയുടെ ഉടമ്പടി ഞാൻ വിശ്വസിക്കണ്ടായോ എന്ന് തോന്നിക്കും. പിന്നെ ഞാൻ ഇയ്യോബിൻ്റെ ചരിത്രം പറഞ്ഞപ്പോൾ നിങ്ങളോട് ഞാൻ ഒന്ന് പറഞ്ഞതാണ്, ഞാൻ വിശ്വസിക്കണ്ടായോ എന്നുള്ള ചോദ്യം തന്നെ ശരിക്കും പറഞ്ഞാൽ വലിയ ഫോഷത്വമാണ്. ഞാൻ വിശ്വസിക്കുന്നുവൊന്നുമില്ല, വിശ്വാസം എനിക്ക് ദൈവം ദാനമായിട്ട്, ഞാൻ എൻ്റേതായിട്ടൊന്നും ഇടുന്നില്ല എൻ്റെ രക്ഷയിൽ. ഞാൻ രക്ഷിക്കപ്പെടുന്നതിൽ എൻ്റേതായിട്ട് യാതൊന്നും തന്നെയില്ല. ഞാൻ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചു എന്ന് പറയുന്നത് ദൈവം എനിക്ക് ദാനമായി തന്നതാണ്. ഞാനൊരു കൺവെൻഷൻ അറ്റൻഡ് ചെയ്തെന്ന് പറയുന്നത് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. നിർണയിക്കപ്പെട്ടവർക്ക്, രക്ഷയ്ക്കായി നിർണയിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കാൻ. ഈ കൃപയുടെ ഉടമ്പടി ഒരു ഏകപക്ഷീയമായ ഉടമ്പടിയാണ്. ഏകപക്ഷീയം എന്ന് പറഞ്ഞാൽ ദൈവം പ്രഖ്യാപിക്കുകയാണ്, നമ്മളോട് ചോദിച്ചിട്ടല്ല, നമ്മുടെ അനുവാദം വാങ്ങിച്ചിട്ടല്ല, നിങ്ങൾ രക്ഷിക്കപ്പെടാമോ എന്ന് ചോദിച്ചിട്ടും അല്ല, നിങ്ങൾ രക്ഷിക്കപ്പെടാമോ എന്ന് ചോദിച്ചിട്ടല്ല, നിങ്ങൾ രക്ഷിക്കപ്പെടുമോ എന്ന് ദൈവം മുൻകൂട്ടി നോക്കിയിട്ടുമല്ല. കവടിയൊക്കെ നിരത്തി ദൈവം ഇങ്ങനെ രക്ഷിക്കപ്പെടുന്ന ആൾക്കാരോ എത്ര പേരുണ്ടെന്ന് നോക്കി മനസ്സിലാക്കി, അങ്ങനെയൊന്നുമല്ല. ഏകപക്ഷീയമായി ദൈവം പ്രഖ്യാപിക്കുന്ന ഒരു ഉടമ്പടിയാണ് സ്ത്രീയുടെ സന്തതി പിശാചിൻ്റെ തലയെ തകർക്കും എന്നുള്ളത്. അപ്പോൾ പഴയ നിയമത്തിലും ഈ കൃപയുടെ ഉടമ്പടി ഉണ്ട്, കാരണം ഇത് ഉൽപ്പത്തി പുസ്തകത്തിൽ പ്രഖ്യാപിച്ചതല്ലേ. പുതിയ നിയമത്തിലും കൃപയുടെ ഉടമ്പടിയുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ മോശയുടെ ഉടമ്പടി അതിൻ്റെ കണ്ടീഷൻസ് ഉണ്ടായിരുന്നു. ഈ കണ്ടീഷൻസ് ലംഘിച്ചാലെല്ലാം അവർ മരിക്കണം, അവർ കൊല്ലപ്പെടണം, അതായിരുന്നു ഉടമ്പടി. ഇത് മാത്രമല്ല, ഈ കണ്ടീഷൻസ് ലംഘിച്ചാൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള അതിനകത്തെ വിഷയം എന്ന് പറയുന്നത് ദേശത്തു നിന്നും അവർ മാറ്റപ്പെടുമെന്നുള്ളതാണ്. അവർക്ക് കൊടുത്തിരിക്കുന്ന വാഗ്ദത്ത ദേശത്തു നിന്നും അവരെ മാറ്റപ്പെടുമെന്നുള്ളതാണ്. അങ്ങനെ പലപ്പോഴും അവർ മാറ്റപ്പെട്ടു. പക്ഷെ പിന്നീടും ദൈവത്തിന് അവരോട് മഹാദയ ഉണ്ടായി, കാരണം കൃപയുടെ ഉടമ്പടി അവിടെയും പ്രവർത്തിക്കുകയാണ്.
യു ഗോട്ട് ഇറ്റ്? അപ്പോൾ കൃപയുടെ ഉടമ്പടി എല്ലാ കാലത്തിലും പ്രഖ്യാപിച്ചതിന് ശേഷമുണ്ട് അത് എങ്ങനെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നു, എങ്ങനെ അതിനെ നിവർത്തിക്കുന്നു, എങ്ങനെ അത് പ്രവർത്തിക്കുന്നു എന്നത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വ്യത്യസ്തമായ രീതിയാണ്. അപ്പോൾ അതിലൊരു അഡ്മിനിസ്ട്രേഷൻ മാത്രമേ ഉള്ളൂ വ്യത്യാസം എന്ന് പറയുന്നത്. ഇത് കൃപയുടെ ഉടമ്പടി എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് മൂന്നുമാണ് തിയോളജിക്കൽ കവനൻറ്റ്സ്. ഈ 3 തിയോളജിക്കൽ കവനൻറ്റിൻ്റെ കീഴിലാണ് എല്ലാ ബിബ്ലിക്കൽ കവനൻറ്റുകളും നമ്മളിനി പഠിക്കുവാനായിട്ട് പോകുന്നത്. ഇനി നമ്മൾ ബിബ്ലിക്കൽ കവനൻറ്റിനെ കുറിച്ചാണ് പറയുന്നത്. വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഉടമ്പടികൾ, നേരിട്ട് എഴുതിയിരിക്കുന്ന ഉടമ്പടികൾ എന്ന് പറഞ്ഞ് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഉടമ്പടികൾ. വേദപുസ്തകത്തിൽ 5 ഉടമ്പടികളാണ് ഉടമ്പടികൾ എന്ന് എക്സ്പ്ലിസിറ്റായിട്ട് പറഞ്ഞ് എഴുതിയിട്ടുള്ള ഉടമ്പടികൾ. അത് നോഹയുടെ ഉടമ്പടിയിലാണ് ആരംഭിക്കുന്നത്. എക്സ്പ്ലിസിറ്റായിട്ട് ഉടമ്പടി എന്ന് പറഞ്ഞ് തന്നെ എഴുതിയിട്ടുള്ള 5 ഉടമ്പടികൾ. നമ്മൾ ആദാമിൻ്റെ ഉടമ്പടിയുടെ ഒരു കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു, അത് നമ്മൾ ഇനി എടുക്കുന്നില്ല. ഈ നോഹയുടെ ഉടമ്പടി നോഹയുമായിട്ട് ചെയ്യുന്ന അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഉൽപ്പത്തി പുസ്തകം 9-ാമത്തെ അധ്യായത്തിലാണ് നോഹയുടെ ഉടമ്പടി ഉണ്ടാകുന്നത്. ഞാൻ അതിലൊരു പ്രധാനപ്പെട്ട ഭാഗം മാത്രം പറഞ്ഞിട്ട് ഞാനങ്ങ് പോകാം. ഈ നോഹയുടെ കാലത്ത് ജലപ്രളയം ഉണ്ടായപ്പോൾ ഭൂമി മുഴുവൻ വെള്ളം കൊണ്ട് നിറഞ്ഞു. നിങ്ങൾ ക്ഷീണിച്ചിട്ടില്ലല്ലോ? അല്ല, ഇനിയും സാധാരണ നോഹയുടെ കഥ, അബ്രഹാമിൻ്റെ കഥ, ഇനി കഥകൾ നമ്മൾ പറയാൻ പോകുന്നത്. നമുക്ക് കുറച്ചുകൂടെ നിങ്ങൾക്ക് റിലാക്സ് ചെയ്തൊക്കെ ഇരിക്കാം. അപ്പോൾ നോഹയുടെ ഉടമ്പടി, നോഹ കുടുംബവും പെട്ടകത്തിൽ എത്ര ദിവസം താമസിച്ചിരുന്നു? 370 ദിവസം താമസിച്ചിരുന്നു. പെട്ടകത്തിൽ 370 ദിവസം ഇവർ താമസിച്ചിരുന്നു. മഴ പെയ്ത സമയമാണ്, മഴ ശക്തമായി പെയ്ത സമയമാണ്. 40 രാവും 150 ദിവസത്തോളം മഴ പെയ്തു. പിന്നെയും വെള്ളം പൊങ്ങിക്കൊണ്ടിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഈ 40 രാവും 40 പകലിനൊക്കെ ശേഷം പെട്ടകം പണിഞ്ഞതിന് ശേഷം മഴ പെയ്തതിന് 7 ദിവസം മുമ്പേ അദ്ദേഹം കയറി. വെള്ളം വറ്റിക്കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞിട്ട് ഇദ്ദേഹം ഇറങ്ങി വന്നുള്ളൂ. അപ്പോൾ കുറേ കണക്കുകളൊക്കെ അവിടെ ഉണ്ട്. ആ കണക്കൊന്നും ശരിക്കും എനിക്കും മനസ്സിലായിട്ടില്ല. ഞാനും കുറേയൊക്കെ പഠിക്കാൻ നോക്കിയിട്ടൊന്നും വലിയ കോംപ്ലിക്കേറ്റഡ്. ഇനി 370 ദിവസം ഉണ്ടായിരുന്നാണ് പൊതുവെ പറയുന്നത്. ചിലർ 360 എന്ന് പറയുന്നുണ്ട്, ചിലർ 365 എന്ന് പറയുന്നുണ്ട്, ചിലർ 371 എന്ന് പറയുന്നുണ്ട്. ചെറിയ വ്യത്യാസങ്ങൾ അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ സംഭവിച്ചത് എന്താ? ഈ ഭൂമി മുഴുവൻ വെള്ളം കൊണ്ട് നിറഞ്ഞു. ഈ ഭൂമിയിലെ സകല ജീവജാലങ്ങളും നശിച്ചു. ഈ പട്ടണത്തിലുള്ളവർ ഒഴിച്ച് സകല ജീവജാലങ്ങളും നശിച്ചു. ഇങ്ങനെ ഭൂമി മുഴുവൻ വെള്ളം കൊണ്ട് നിറഞ്ഞ ഒരു അവസരത്തെക്കുറിച്ച് നിങ്ങൾ അതിനു മുമ്പ് വായിച്ചിട്ടുണ്ടോ? ഉണ്ട്. എവിടെയാണ്? ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം. ഒന്ന് കിട്ടേ, നമുക്കൊന്ന് വായിക്കാം. ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു, ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു, ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു റിപ്പറ്റേഷനാണ് നോഹയുടെ കാലഘട്ടത്തിലും ഉണ്ടായത്. ഭൂമി ഒരു പഴയ കാലഘട്ടത്തിലേക്ക് തിരിച്ചുപോയി. നമ്മളിപ്പോൾ താമസിക്കുന്ന ഭൂമി സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പുള്ള ഒരു അവസ്ഥയിലേക്ക് ആ ഭൂമി തിരിച്ചു. 370 ദിവസത്തോളം അവരവിടെ താമസിച്ചിരുന്നു. അതിനുശേഷം ഭൂമി സൃഷ്ടിച്ചതിന് ശേഷം ഉൽപ്പത്തി പുസ്തകത്തിൽ, എല്ലാ ഉൽപ്പത്തി പുസ്തകത്തിലാണല്ലോ, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ ഭൂമി സൃഷ്ടിച്ചതിന് ശേഷം 28-ാമത്തെ വാക്യം വായിക്കാം. വേഗത്തിൽ വേണേ. ദൈവം അവരെ അനുഗ്രഹിച്ചു, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി. അത് ആദമിനോടും ഹവ്വയോടും പറയുകയാണ്. ഈ വാക്യം നോഹയോട് പറയുന്നതല്ല. നിങ്ങൾ ഇവിടെ ഉണ്ടോ? എൻ്റെ കൂടെ ഉണ്ടോ? ഓക്കെ. അപ്പോൾ ഇത് വാക്യം നോഹയോട് പറയുന്നതല്ല, ആദമിനോട് ഹവ്വയോടും പറയാണ്. ദൈവം അവരെ അനുഗ്രഹിച്ചു, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതിയിന്മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവിൻ എന്ന് അവരോട് കൽപ്പിച്ചു. ഇത് ഉൽപ്പത്തി പുസ്തകം 9-ന്റെ 1-2 വാക്യങ്ങൾ വായിക്കാം. ദൈവൻ നോഹയെയും അവന്റെ പുത്രന്മാരെയും അനുഗ്രഹിച്ച് അവരോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറവിൻ. എക്സാക്ട്ലി നിങ്ങളൊരു സാമ്യം കാണുന്നില്ലേ? അപ്പം ഭൂമി നോഹയുടെ കാലഘട്ടത്തിൽ വെള്ളം കൊണ്ട് നിറഞ്ഞപ്പോൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യത്തിലേക്ക് കൂടെ പോയി. ഈ ഭൂമി സൃഷ്ടിക്കുന്നതിന് മുമ്പുള്ളൊരവസ്ഥയിലേക്ക് പോയി. ഈ ഭൂമി സൃഷ്ടിച്ചതിന് ശേഷം ആദമിനോടും ഹവ്വയോടും എന്തു പറഞ്ഞോ അതിൻ്റെ ഒരു റിപ്പീറ്റേഷനാണ് വീണ്ടും നോഹയോട് ദൈവം പറയുന്നത്. നിങ്ങൾ വർദ്ധിച്ചു വരണം, സന്താനപുഷ്ടിയുള്ളവരാകണം, ഈ ഭൂമിയെ നിങ്ങൾ അടക്കി വാഴണം. ഇത് നോഹയോട് ദൈവം പറഞ്ഞ ഉടമ്പടി നിങ്ങൾക്കറിയാം. ഇനി ഞാൻ ഒരിക്കലും ഈ ഭൂമിയെ വെള്ളം കൊണ്ട് നശിപ്പിക്കുകയില്ല,
ഇനിയും മഞ്ഞും മഴയും എല്ലാം അതിൻ്റെ സീസൺ അനുസരിച്ച് തന്നെ ഉണ്ടാകും. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. ഇറ്റ് ഈസ് എ കോമൺ ഗ്രേസ്. എല്ലാ മനുഷ്യർക്കും അവരിവിടെ ജീവിക്കാൻ ആവശ്യമായ, നിലനിൽക്കാൻ ആവശ്യമായ, എത്ര നാൾ ഈ ഭൂമിയുണ്ടോ, എത്ര നാൾ ഈ മനുഷ്യരുണ്ടോ, അവർക്ക് അത്രയും നാളും മനുഷ്യർക്ക് ജീവിക്കാൻ ആവശ്യമായുള്ളതെല്ലാം ഞാൻ അവർക്ക് നൽകി കൊടുക്കും. അതാണ് നോഹയുടെ ഉടമ്പടി. ഇനി നമ്മൾ അബ്രഹാമിൻ്റെ ഉടമ്പടിയിലേക്ക് വരാം. അബ്രഹാമിൻ്റെ ഉടമ്പടിയെ നമ്മൾ കവനൻ്റ് ഓഫ് പ്രോമിസ് എന്ന് വിളിക്കാറുണ്ട്. കവനൻ്റ് ഓഫ് പ്രോമിസ് അതെന്താണെന്ന് മാത്രം ഒന്ന് പറഞ്ഞിട്ട് ഞാൻ അതങ്ങ് വിടുകയാണ്. കാരണം നമ്മുടെ സമയം ഏതാണ്ട് തീരാറായതുകൊണ്ട് തീർന്നില്ല. ഓക്കെ, കവനൻ്റ് ഓഫ് പ്രോമിസ് എന്നാണ് വിളിക്കുന്നത്. നോക്കി, ആദമിൻ്റെ ഉടമ്പടി ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ള, നിങ്ങൾ ശ്രദ്ധിക്കണേ, ആദമിൻ്റെ ഉടമ്പടി നോഹയുടെ ഉടമ്പടിയും യൂണിവേഴ്സലാണ്. യൂണിവേഴ്സൽ പറഞ്ഞാൽ സാർവലൗകികമാണ്, എല്ലാവരുമായിട്ടുമുള്ള ഒരു ഉടമ്പടിയാണ്. അവരുമായിട്ടാണ് ഉടമ്പടി ചെയ്യുന്നതെങ്കിലും അതിൻ്റെ എഫക്റ്റ്, അതിൻ്റെ ഗുണം എന്ന് പറയുന്നത് എല്ലാവർക്കും കൂടെ. ഓക്കെ, ഇറ്റ് ഈസ് യൂണിവേഴ്സൽ, ആദമിൻ്റെ നോഹയുടെ ഉടമ്പടി. പക്ഷെ അബ്രഹാമിൻ്റെ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ അത് ലിമിറ്റഡ് ആകുന്നു. എങ്ങനെ ലിമിറ്റഡ് ആകുന്നത്? നീയും നിന്റെ സന്തതിയും. യു ഗെറ്റ് ദ ഡിഫറൻസ്? ഒന്ന്, ഞാൻ ഈ ഭൂമിയിലെ സകല മനുഷ്യരെ അനുഗ്രഹിക്കാം, അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആദമിനോട് പറഞ്ഞത് യൂണിവേഴ്സലാണ്. അബ്രഹാമിലേക്ക് വരുമ്പോഴേക്കും അത് ലിമിറ്റഡ് ആകുന്നു. ഒരു കുടുംബത്തെ ദൈവം തിരഞ്ഞെടുക്കുന്നു. ഒരു കുടുംബത്തെ ദൈവം തിരഞ്ഞെടുത്തിട്ട് പറയുന്നു, ഈ നിന്നിലൂടെ ഞാൻ എൻ്റെ പ്ലാൻ ഓഫ് റിഡംറ്റീവ് പ്ലാന് അത് ഞാൻ ഫുൾഫില്ല് ചെയ്യാൻ പോവുകയാണ്. അതായത് ഉൽപ്പത്തി പുസ്തകം 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങൾ, ഉൽപ്പത്തി പുസ്തകം 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങൾ നിങ്ങൾക്കൊരു മുഖവരിയായിട്ട് കണക്കാക്കാം. 12-ാം അധ്യായം മുതലുള്ള കാര്യങ്ങളാണ് ഈ റിഡംറ്റീവ് പ്ലാന് ശരിയായി പ്രവർത്തിക്കുവാൻ, എക്സിക്യൂട്ട് ചെയ്യുവാനായിട്ട് തുടങ്ങുന്നത്, നിവർത്തിക്കപ്പെടുവാനായിട്ട് തുടങ്ങുന്നത്. ഈ ഉൽപ്പത്തി 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിലെ ചരിത്രം നൂറ്റാണ്ടുകളുടെ ചരിത്രമാണ്. പക്ഷെ വളരെ ചുരുക്കമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. വിശദമായ ചരിത്രം എഴുതാൻ തുടങ്ങുന്നത് ഉൽപ്പത്തി 12-ാമത്തെ അധ്യായം മുതൽ മാത്രമേ ഉള്ളൂ. പക്ഷെ അവിടെ വരുമ്പോഴേക്കും ഈ കവനൻ്റ് ലിമിറ്റഡായിട്ട് മാറുന്നു. അബ്രഹാമിൻ്റെ സന്തതി പരമ്പരകൾ എന്ന രീതിയിലേക്ക് വരുന്നു. ഓക്കെ, അപ്പോൾ ദൈവം അബ്രഹാമിനൊരു വാഗ്ദത്ത സന്തതിയെ കൊടുത്തു. ഈ വാഗ്ദത്ത സന്തതി ആരായിരുന്നു എന്ന് പിന്നീട് പൗലോസ് പറയുന്നുണ്ട്. നമുക്ക് ഉൽപ്പത്തി 12:7 വായിക്കാം, വേഗത്തിൽ വേണേ. യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി, നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കും. നിന്റെ സന്തതിക്ക്, ഞാൻ വാക്യങ്ങൾ മൊത്തം വായിക്കാൻ വിടുന്ന സമയക്കുറവുണ്ടാകും കേട്ടോ. നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കും. സന്തതിക്ക് എന്നുള്ളതിന് എബ്രായ ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് സീഡ് എന്നാണ്. നിന്റെ വിത്തിന് ഞാൻ ഈ ദേശം കൊടുക്കും. സീഡ്, നിന്റെ സീഡിന്, നിന്റെ വിത്തിന് ഞാൻ ഈ ദേശം ഞാൻ കൊടുക്കും. ആരായിരുന്നു ഈ സീഡ് എന്ന് പറയുന്നത്? ഗലാത്യർ 3:16 വേഗം. എന്നാൽ അബ്രഹാമിനും അവന്റെ സന്തതിക്കും വാഗ്ദത്തങ്ങൾ ലഭിച്ചു. അബ്രഹാമിനും അവന്റെ സന്തതിക്കും വാഗ്ദത്തങ്ങൾ ലഭിച്ചു. സന്തതികൾക്ക് എന്ന് അനേകരെ കുറിച്ചല്ല, നിന്റെ സന്തതിക്കും. നിന്റെ സന്തതി എന്നാണ് പറഞ്ഞത്. അത് ഏകനെ കുറിച്ചാണ്. അതാരാണ്? അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. അപ്പൊ യേശുക്രിസ്തുവിൽ സകല മനുഷ്യരും അനുഗ്രഹിക്കപ്പെടും. യേശുക്രിസ്തുവിൽ നിനക്ക് ഈ ദേശം കൈവശമാക്കുവാൻ കഴിയും എന്നിങ്ങനെയാണ് ആ ഉടമ്പടിയുടെ വിശദാംശങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുകൊണ്ടാണ് ഇതിനെ നമ്മൾ കവനൻ്റ് ഓഫ് പ്രോമിസ് എന്ന് പറയുന്നത്. അതൊരു പ്രോമിസ് മാത്രമാണ്. അബ്രഹാമിന് ലഭിച്ചത് ഒരു പ്രോമിസ് മാത്രമാണ്. അപ്പോൾ അബ്രഹാമിൻ്റെ ഉടമ്പടിക്ക് ഒരു 2 പാർട്ടുണ്ട്. അതൊരു ഫിസിക്കലി റിയലൈസ് ചെയ്യുന്നൊരു പാർട്ടുണ്ട്. അവൻ്റെ സന്തതി, അവന് മകനുണ്ടായി, പിന്നെ മകനുണ്ടായി, പിന്നെ യാക്കോവായി, പിന്നെ അങ്ങനെ ഫിസിക്കലി റിയലൈസ് ചെയ്യുന്നൊരു പാർട്ടുണ്ട്. എന്നാൽ സ്പിരിച്വലി റിയലൈസ് ചെയ്യുന്ന മറ്റൊരു പാർട്ടും ഉണ്ട്. അപ്പോൾ ഈ സ്പിരിച്വലി റിയലൈസ് ചെയ്യുന്ന പാർട്ടിനെ കുറിച്ച് അബ്രഹാം ബോധവാൻ ആയിരുന്നു എന്ന് നമ്മൾ എബ്രായ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. അബ്രഹാമിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അബ്രഹാമിനും യാക്കോബും ഇസഹാക്കുമൊക്കെ അവർ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി സൃഷ്ടിച്ച ഒരു നഗരത്തിനായിട്ട് കാത്തിരുന്നു എന്ന് പറയുന്നത്. യേശുക്രിസ്തു പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, എൻ്റെ ഈ നാൾ കാണുവാൻ നിങ്ങളുടെ പിതാവായ അബ്രഹാം ഏറെ ആഗ്രഹിച്ചിരുന്നു, അദ്ദേഹം കണ്ടുമിരിക്കുന്നു എന്ന് പറയുമ്പോൾ അബ്രഹാമിന് അറിയാമായിരുന്നു ഈ വാഗ്ദത്തത്തിൽ എന്തുണ്ട്, ഒരു ആത്മീയമായ വശമുണ്ട്. ഈ ആത്മീയമായ വശം എന്ന് പറയുന്നത് ഒരു വാക്ക്
വാഗ്ദത്തമാണ്. അത് ഭാവിയിൽ നിവർത്തിക്കുവാനിരിക്കുന്ന ഒരു വാഗ്ദത്തമാണ്. അത് ക്രിസ്തുവിലേക്ക് വിരൽ ചൂണ്ടുന്ന വാഗ്ദത്തമാണ്. ഓക്കെ, മൂന്നാമതായിട്ട് മോശയുടെ ഉടമ്പടി. മോശയുടെ ഉടമ്പടി നമ്മൾ പഴയ നിയമ ഉടമ്പടി എന്ന് വിളിക്കാറുണ്ട്, ന്യായപ്രമാണത്തിൻ്റെ ഉടമ്പടി എന്ന് വിളിക്കാറുണ്ട്. ഓക്കെ, ദൈവം അബ്രഹാമിനോട്, നിങ്ങളെ ശ്രദ്ധിക്കണം, ദൈവം അബ്രഹാമിനോട് പറഞ്ഞ വാക്യത്തിൽ 2 പാർട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ നമ്മുടെ ഈ ഉടമ്പടി എല്ലാം പഠിക്കുമ്പോൾ ഓരോന്നും കണക്റ്റഡായിട്ടാണ്, ഓരോന്നും പ്രോഗ്രസീവാണ്. നിങ്ങളത് ശ്രദ്ധിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? ഓരോന്നും പ്രോഗ്രസീവായിട്ടാണ് വരുന്നത്. നമ്മളിങ്ങനെ ദൈവം അബ്രഹാമിനോട് കൽപ്പിച്ച വാക്യത്തിൽ 2 പാർട്ട്, ഒന്ന് സ്പിരിച്വലാണ്, അത് പിന്നീട് പൂർത്തീകരിക്കാനുള്ളതാണ്. അബ്രഹാമിന് അതിനെപ്പറ്റി ബോധ്യമുണ്ടായിരുന്നു. ഒന്ന് വളരെ ഫിസിക്കലായിട്ട് പൂർത്തീകരിക്കുന്നതാണ്. ആ ഫിസിക്കലായിട്ട് പൂർത്തീകരിക്കുന്ന വാഗ്ദത്തത്തിൻ്റെ, പ്രോമിസസിൻ്റെ കാര്യങ്ങളാണ് മോശയുടെ ഉടമ്പടിയിൽ ഉള്ളത്. ഓക്കെ, ഈ ഉടമ്പടികളെല്ലാം നമ്മൾ പരിശോധിക്കുമ്പോൾ ഇതെല്ലാം ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്ത് ആ വ്യക്തിയുമായിട്ടാണ് ഉടമ്പടി ചെയ്യുന്നത്. യേശു ക്രിസ്തുവുമായിട്ടുള്ള ഉടമ്പടിയാണ് നമുക്ക് ഉള്ളത്, വ്യക്തിയുമായിട്ടുള്ള ഉടമ്പടി, നോഹയുമായിട്ടുള്ള ഉടമ്പടി. അതിൻ്റെ ഗുണഭോക്താക്കൾ ബാക്കി പലരും ഉണ്ടാകാം, വ്യക്തിയുമായിട്ടുള്ള ഉടമ്പടി. എന്നാൽ മോശയുടെ ഉടമ്പടി മോശയുമായിട്ടല്ല ശരിക്കും ഉണ്ടായത്, ഇസ്രായേൽ ജനവുമായിട്ടാണ് ഉണ്ടായത്. അവൻ സീനായ പർവ്വതത്തിൽ ഇറങ്ങി വന്നു, ഇസ്രായേൽ ജനമെല്ലാം വരാൻ പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ വായിച്ചു നോക്കിയാൽ ദൈവം നേരിട്ട് ഇവരോട് സംസാരിക്കാനാണ് വന്നത്. ഇവർ പറഞ്ഞു ഞങ്ങൾക്കിങ്ങനെ നേരിട്ട് കേൾക്കണ്ട, ഞങ്ങൾക്ക് ആ മൊത്തം പേടി തോന്നിക്കുന്നു എന്ന് പറഞ്ഞു. ആ പരിപാടി ദൈവം ക്യാൻസൽ ചെയ്തു, നേരിട്ട് വേണ്ടാന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ജനമെല്ലാം അപ്പോഴും താഴ്വാരത്തിൽ നിൽക്കുകയാണ്. ഇതിന് മോശയ്ക്ക് ഇതെല്ലാം ദൈവം പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, നീ താഴെ പോയി ഇതെല്ലാം വായിച്ച് കേൾപ്പിക്കവരെ. മോശ താഴോട്ടിറങ്ങി വന്നു, ഇതെല്ലാം വായിച്ച് കേൾപ്പിച്ചു. ജനമെല്ലാം ആമേൻ എന്ന് പറഞ്ഞു. ഇതുപോലെ വേറൊരു ഉടമ്പടിയും ഉണ്ടായിട്ടില്ല. ഒരു ജനവുമായി, ഒരു നേഷൻ, ഒരു രാജ്യവുമായി മൊത്തത്തിൽ ദൈവം ഒരു ഉടമ്പടിയിൽ ഏർപ്പെടുകയാണ്. അപ്പോൾ ഇതൊരു നാഷണൽ കവനൻ്റാണ്. ആ ഒരു പോയിന്റിലേക്ക് നിങ്ങൾ വരാനല്ല ഞാനിത് പറഞ്ഞത്. ഇതൊരു നാഷണൽ കവനൻ്റാണ്, ഇതൊരു ദേശത്തുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ളൊരു കവനൻ്റാണ്. അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തപ്രകാരം നിനക്ക് സന്തതിയും നിനക്ക് ദേശവും തരാമെന്നുള്ള ആ വാഗ്ദത്തത്തിൻ്റെ ഭൗതികമായ നിവർത്തി, ആ നിവർത്തിയാണ് മോശയുടെ ഉടമ്പടിയിൽ വിവരിക്കപ്പെടുന്നത്. നിങ്ങൾക്ക് ഞാനൊരു ദേശം തരാം, ആ ദേശം എങ്ങനെ കൈവശമാക്കണം. നിങ്ങൾക്ക് ഞാനൊരു ദേശം തരാം, ആ ദേശത്ത് നിങ്ങളെങ്ങനെ താമസിക്കണം. നിങ്ങൾക്ക് ഞാനൊരു ദേശം തരാം, അവിടെ നിങ്ങൾ എങ്ങനെ ദൈവത്തെ ആരാധിക്കണം. നിങ്ങൾക്ക് ഞാനൊരു ദേശം തരാം, അവിടെ നിങ്ങൾ എങ്ങനെ എൻ്റെ സ്വന്തം ജനവും വിശുദ്ധ ജനവുമായിട്ട് നിങ്ങൾ എങ്ങനെ താമസിക്കണം. നിങ്ങൾക്ക് ഞാനൊരു ദേശം തരാം, ആ ദേശം മറ്റ് ദേശക്കാരിൽ നിന്നും വിഭിന്നമായ വേറിട്ട ഒരു ദേശമായിരിക്കണം. അത് എങ്ങനെ അതിനെ പാലിക്കുവാനായിട്ട് കഴിയും, എങ്ങനെ നിങ്ങൾക്ക് എൻ്റെ സ്വന്തം ജനമാകുവാൻ കഴിയും, എങ്ങനെ നിങ്ങൾക്ക് എൻ്റെ പൗരോഹിത്യ ജനമാകുവാൻ കഴിയും, എങ്ങനെ നിങ്ങൾക്ക് എങ്ങനെ വിശുദ്ധ ജനമാകുവാനായിട്ട് കഴിയും, എങ്ങനെ മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിങ്ങൾക്ക് നിൽക്കുവാനായിട്ട് കഴിയും, എങ്ങനെ നിങ്ങൾക്ക് എൻ്റെ മൂല്യമേറിയ വസ്തുവായി വകയായി മാറുവാൻ കഴിയും, എങ്ങനെ എന്നെ നിങ്ങൾക്ക് ഏറ്റവും മൂല്യമേറിയ വകയായി സ്വീകരിക്കുവാൻ കഴിയും. ഇത് പറയുന്ന നാഷണൽ കവനൻ്റാണ് മോശയുടെ ഉടമ്പടി. അപ്പോൾ മോശയുടെ ഉടമ്പടിയും നമ്മളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. നമുക്കൊരു ഫിസിക്കലായിട്ടുള്ള ഒരു അവകാശവും ഈ ഭൂമിയിൽ ഇല്ല. ഒരു ഫിസിക്കൽ അവകാശവും നമുക്ക് ഈ ഭൂമിയിലില്ല. നമുക്കൊരു വിശുദ്ധ ദേശമില്ല, ഒരു സ്വന്തം ദേശം ഈ ഭൂമിയിലില്ല. നമുക്കുള്ളതെല്ലാം സ്വർഗീയമായ ദേശം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ഇതിലൊരു പാപപരിഹാര യാഗം ഉണ്ട്. ആ യാഗം എന്ന് പറയുന്നത് ഇനി വരുവാനിരിക്കുന്ന ക്രിസ്തുവിൻ്റെ നിഴലാണ്. അപ്പോൾ ഈ യാഗത്തിലൂടെ രക്ഷ പ്രാപിക്കുന്നത് താൽക്കാലികമാണ്, അല്ലെങ്കിൽ പാപമോചനം താൽക്കാലികമാണ്. രക്ഷ പ്രാപിക്കാൻ കഴിയുന്നത് യേശു ക്രിസ്തുവിലൂടെ മാത്രമേ ഉള്ളൂ. അപ്പോൾ യാഗം മാത്രമേ ശരിക്കും പറഞ്ഞാൽ ക്രിസ്തുവിലേക്ക് വിരൽ ചൂടുന്നുള്ളൂ. ബാക്കിയുള്ള നിയമങ്ങളെല്ലാം അവിടെ അവർ ജീവിക്കേണ്ട, പാലിക്കേണ്ട നിയമങ്ങളാണ് ആ രാജ്യത്തുണ്ട്. ഇവരെപ്പോഴെല്ലാം ഈ നിയമങ്ങൾ ലംഘിക്കുമോ അപ്പോഴെല്ലാം അവർ ആ ദേശത്തു നിന്നും മാറ്റപ്പെട്ടു. അവർക്ക് നഷ്ടപ്പെട്ടത് ആ ദേശമാണ്. ഈ ദേശമാണ് നിങ്ങൾക്ക് തരുന്നത്, എൻ്റെ നിയമങ്ങളിൽ ജീവിക്കണം. അവർ നിയമങ്ങൾ ലംഘിച്ചു, അവർക്ക് ആ ദേശം നഷ്ടപ്പെട്ടു. നമുക്ക് ഇതുമായിട്ട് ഒരു ബന്ധമുള്ളതല്ല. ഇതിനോട് ചേർന്നുള്ള ശാപങ്ങളും അനുഗ്രഹങ്ങളും ഒന്നും നമുക്ക് ബന്ധമുള്ള കാര്യങ്ങളല്ല. ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൽ ശാപവും അനുഗ്രഹമൊന്നും നമുക്ക് ബന്ധമുള്ള കാര്യങ്ങളെ അല്ല. ഇതെല്ലാം ഈ ഭൂമിയിൽ ഈ വാഗ്ദത്ത ദേശത്ത് താമസിക്കുവാൻ, ദൈവത്തിൻ്റെ സ്വന്തം ജനമായി താമസിക്കുവാൻ, ദൈവത്തിൻ്റെ വിശുദ്ധ ജനമായി അവർ താമസിക്കുവാൻ അവർക്ക് കൊടുത്ത
വാഗ്ദത്തങ്ങളാണ്, ഉടമ്പടിയാണ്, ഉടമ്പടിയുടെ ഭാഗമാണ്. ഞാൻ പോകുന്നു. അടുത്തത് 4-ാമത്തെ ഉടമ്പടി ദാവീദിൻ്റെ ഉടമ്പടിയാണ്. അത് ഞാൻ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോവാണ്. ദാവീദിൻ്റെ ഉടമ്പടിയെ നമ്മൾ ദ റോയൽ കവനൻ്റ് എന്ന് വിളിക്കും, കവനൻ്റ് ഓഫ് കിങ്ഷിപ്പ് എന്ന് വിളിക്കും, അതിന് രാജ്യത്വത്തിൻ്റെ ഉടമ്പടി എന്ന് വിളിക്കും. ദാവീദിൻ്റെ ഉടമ്പടി വളരെ സിമ്പിളാണ്. ദൈവം ദാവീദിനോട് പറഞ്ഞു, നിന്റെ സന്തതിയെ ഞാൻ സങ്കീർത്തനം വായിക്കാം, നമുക്ക് അത് മാത്രം വായിച്ചിട്ടാണ് പറഞ്ഞു. സങ്കീർത്തനം 89:3-4 വേഗം വായിച്ചു, എന്നിട്ട് നമുക്ക് ലാസ്റ്റിലേക്ക് പോകാം. വൃദ്ധനോട് ഞാൻ ഒരു നിയമവും എൻ്റെ ദാസനായ ദാവീദിനോട് സത്യവും ചെയ്തിരിക്കുന്നു. നിന്റെ സന്തതിയെ ഞാൻ എന്നേക്കും സ്ഥിരപ്പെടുത്തും. നിന്റെ സന്തതിയെ ഞാൻ എന്നേക്കും സ്ഥിരപ്പെടുത്തും. നിന്റെ സിംഹാസനത്തെ തലമുറ തലമുറയോളം നിന്റെ ഉറപ്പിക്കും. സിംഹാസനത്തെ തലമുറ തലമുറയോളം ഞാൻ ഉറപ്പിക്കും. ഇതാണ് ദാവീദുമായിട്ട് ദൈവം ചെയ്ത ഉടമ്പടി. രക്തരൂഷിതമല്ല, രക്തം ചൊരിയാതുള്ള ഉടമ്പടിയാണ്. ദാവീദിനകത്ത് ഒന്നും ചെയ്യാനില്ല. ദാവീദിനകത്തൊന്നും ചെയ്യാനില്ല. എന്തെങ്കിലും ചെയ്താലും ചെയ്തില്ലെങ്കിലും, അനുസരിച്ചാലും അനുസരിച്ചില്ല, അനുസരിക്കാൻ പാട്ടുള്ളത് ഇതിനകത്തില്ല. ഈ ഉടമ്പടി നിവർത്തിക്കപ്പെടും. നിന്റെ സന്തതി ഞാൻ എന്നേക്ക് സ്ഥിരപ്പെടുത്തും, നിന്റെ സിംഹാസനത്തെ തലമുറ തലമുറയോളം ഉറപ്പിക്കും. തൊട്ട് ദാവീദിനോട് സംസാരിക്കും പറയുന്ന വേറൊരു വാക്തത്വം കൂടെ, നിന്റെ സന്തതി, നിന്റെ തലമുറ എനിക്കൊരാലയം പണിയും. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വാക്ക്, നിന്റെ തലമുറ എനിക്കൊരാലയം പണിയും. കർത്താവ് പറഞ്ഞു, ഞാൻ ആലയമായിരിക്കുന്നു, ദൈവത്തിൻ്റെ ആലയം ഞാൻ തന്നെയാണ്. ഓക്കെ, എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ അങ്ങ് വിടുകയാണ്. ദാവീദിൻ്റെ ഉടമ്പടി പോകുന്നു. ഇനി നമുക്ക് പുതിയ ഉടമ്പടിയിലേക്ക്. ഈ പുതിയ ഉടമ്പടിയും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരുമായി യേശുക്രിസ്തുവിൽ ദൈവം ചെയ്ത ഉടമ്പടിയാണ് പുതിയ ഉടമ്പടി എന്ന് പറയുന്നത്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരുമായി യേശുക്രിസ്തുവിൽ, നമ്മൾ നേരത്തെ ഓർക്കുന്നുണ്ടല്ലോ പാരിറ്റി ഉടമ്പടിയൊക്കെ, കവനൻ്റ് ഓഫ് റിഡംഷൻ ഓർക്കുന്നുണ്ടല്ലോ. ആ കവനൻ്റ് ഓഫ് റിഡംഷൻ എല്ലാം ഫുൾഫിൽ ചെയ്യപ്പെടുന്നത് പുതിയ ഉടമ്പടിയിലാണ്. ഈ വേദപുസ്തകത്തിലെ സകല ഉടമ്പടികളും ഫുൾഫിൽ ചെയ്യപ്പെടുന്നത് പുതിയ ഉടമ്പടിയിലാണ് ഫുൾഫിൽ ചെയ്യപ്പെടുന്നത്. ഇനി പുതിയ ഉടമ്പടിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പുതിയ ഉടമ്പടി പ്രഖ്യാപിക്കപ്പെടുന്നത് പഴയ നിയമത്തിലാണ്. യെരമ്യാവ് 31-ാം അധ്യായത്തിലാണ്. ബാക്കി നമുക്ക് പിന്നീട് വായിക്കാം. യെരമ്യാവ് 31-ാമത്തെ അധ്യായത്തിലാണ് പുതിയ ഉടമ്പടി പ്രഖ്യാപിക്കപ്പെടുന്നത്. യേശുക്രിസ്തുവിൻ്റെ ജീവിതം, മരണം, ഉയർപ്പ് എന്നിവയുടെ ഈ പുതിയ ഉടമ്പടി ആരംഭിക്കപ്പെട്ടു. ഈ ന്യൂ കവനൻ്റ് ആരംഭിക്കപ്പെട്ടു. ഇന്ന് ഈ ന്യൂ കവനൻ്റ് കണ്ടിന്യൂ ചെയ്യുന്നത് സഭയിലൂടെയാണ്. ദൈവത്തിൻ്റെ കർത്താവിൻ്റെ സഭയിലൂടെ ഈ ന്യൂ കവനൻ്റ് തുടരുന്നു. ഇനി കർത്താവ് വരുമ്പോൾ ഈ പുതിയ ഉടമ്പടി സമ്പൂർണമായി പൂർത്തീകരിക്കപ്പെടും. അപ്പോൾ ഡേവിഡ് പോസ്റ്റർ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷുകാരുണ്ട്. അദ്ദേഹം ഈ അടുത്ത സമയത്ത് മരിച്ച. അപ്പം അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഞാൻ ഇത് മനസ്സിലാക്കാൻ നിങ്ങളോട് പറയുകയാണ്. അദ്ദേഹം പറഞ്ഞു, എന്നോട് രക്ഷിക്കപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ഞാൻ രക്ഷിക്കപ്പെട്ടില്ല, ഞാൻ രക്ഷിക്കപ്പെടും. വാട്ട് ഡസ് ദാറ്റ് മീൻ? അതെന്താ അങ്ങനെ പറയാൻ കാര്യം? എൻ്റെ രക്ഷ ആരംഭിച്ചു, എൻ്റെ രക്ഷ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ ഇനി കർത്താവ് വരുമ്പോൾ രക്ഷിക്കപ്പെടും. അന്ന് മാത്രമേ എൻ്റെ രക്ഷ പൂർണ്ണമാകുന്നുള്ളൂ. ഒരു കംപ്ലീറ്റ്, ഒരു പെർഫെക്റ്റ് ഫുൾഫിൽമെൻ്റ് ഉണ്ടാകുന്നത് കർത്താവ് വരും മാത്രമേ ഉള്ളൂ. അപ്പോൾ പുതിയ ഉടമ്പടി യെരമ്യാ പ്രവാചകൻ പ്രഖ്യാപിച്ചു. യേശുക്രിസ്തുവിൻ്റെ ജീവിതം, മരണം എന്നിവയിൽ ആരംഭിച്ചു, സഭയിലൂടെ തുടരുന്നു. അതിൻ്റെ ഒരു പെർഫെക്റ്റ് ഫുൾഫിൽമെൻ്റ് ഉണ്ടാകുന്നത് യേശുക്രിസ്തു വീണ്ടും വരുമ്പോൾ, നമ്മൾ തേജസ്കരിക്കപ്പെടുമ്പോൾ മാത്രമേ ഉള്ളൂ. അന്നിത് പൂർണ്ണമായിട്ട് നിവർത്തിക്കപ്പെടും. എല്ലാ പഴയ നിയമ ഉടമ്പടികളും ഈ പുതിയ ഉടമ്പടിയിൽ ഫുൾഫിൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി യെരമ്യാ 31-ന്റെ വാക്യം നമുക്കൊന്ന് വായിക്കാം. യെരമ്യാ 31-31. ഓക്കെ, ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദ ഗൃഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം. അപ്പോൾ ബാബേൽ പ്രവാസത്തിൽ അവരായിരിക്കുമ്പോൾ, ഇസ്രായേൽ ജനം ബാബേൽ പ്രവാസത്തിലായിരിക്കുമ്പോൾ, ബാബേൽ പ്രവാസത്തിൽ നിന്ന് നിങ്ങൾ ഒരിക്കൽ തിരിച്ച് ഇസ്രായേലിലേക്ക് പോകും, യഹൂദയിലേക്ക് പോകും എന്നുള്ള പ്രവചനങ്ങൾ പറഞ്ഞിരുന്നവരാണ് യെഹെസ്കേലും ഈ യെരമ്യാവും എല്ലാം തന്നെ. അതിൽ യെരമ്യാവ് പറയുകയാണ്, നിങ്ങൾ അവിടെ ചെല്ലുമെന്നുള്ള മാത്രമല്ല, ഞാൻ ഇനി ഒരു പുതിയ നിയമം ചെയ്യുന്ന ഒരു കാലം വരാൻ പോകുന്നു, എ ന്യൂ കവനന്റ് ഞാൻ ചെയ്യാനായിട്ട് പോകുന്നു. 33-ാമത്തെ വാക്യം. 33. എന്നാൽ ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു, ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരെ ഉള്ളിലാക്കി, എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി,
അവരുടെ ഹൃദയങ്ങളിൽ ഞാനത് എഴുതും. ന്യൂ കവനന്റ് എഴുതിയിരിക്കുന്നത് നമ്മുടെ ഹൃദയങ്ങളിലാണ്. ഈ ന്യായപ്രമാണത്തെ അവൻ നമ്മുടെ ഉള്ളിൽ ആക്കി തന്നു. ഇനി 34-ാമത്തെ വാക്യം. ഇനി അവരിൽ ആരും തൻ്റെ കൂട്ടുകാരനെയും തൻ്റെ സഹോദരനെയും യഹോവയെ അറിയുക എന്ന് ഉപദേശിക്കുകയില്ല. അവർ ആബാലവൃദ്ധം എല്ലാവരും എന്നെ അറിയും. ഞാൻ അവരുടെ അകൃത്യം മോചിക്കും. ഞാൻ അവരുടെ അകൃത്യം, ഒരു ന്യൂ കവനന്റ് ചെയ്യുമെന്ന് മാത്രമല്ല, പിന്നെന്താണ്, ഞാൻ അവരുടെ അകൃത്യം എന്നേക്കുമായി മോചിക്കും. ഒരു ന്യൂ കവനന്റ് ഞാൻ ചെയ്ത് നിങ്ങൾക്കെല്ലാം ദൈവരാജ്യം തരാം, ഇങ്ങനെയൊക്കെ അനുസരിച്ച് ജീവിക്കണം, അതല്ല. ഈ ന്യൂ കവനന്റ് പ്രത്യേകത, ഞാൻ അവരുടെ അകൃത്യം എന്നേക്കുമായിട്ട് മോചിക്കും, അവരുടെ പാപം ഇനി ഓർക്കുകയും ഇല്ല. ദിസ് ഇസ് ദ ഡിക്ലറേഷൻ ഓഫ് ദ ന്യൂ കവനന്റ്. യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും അവസാനം വന്നപ്പോൾ അദ്ദേഹം ശിഷ്യന്മാരുമായിട്ട് അത്താഴം കഴിക്കുവാനായിട്ടിരുന്നു. ഇപ്പം ഈ ഉടമ്പടികൾക്കെല്ലാം ഒരു കോൺസിക്വൻഷ്യൽ ഓർഡർ ഉണ്ട്. ഞാൻ നിർത്താൻ പോവാണ്, ഇതോടെ പറഞ്ഞിട്ട് പെട്ടെന്ന് ഞാൻ നിർത്തുക, മതിയാവും. ഒരു കോൺസിക്വൻഷ്യൽ ഓർഡർ ശരിക്കും പറഞ്ഞാൽ ഉടമ്പടികൾക്കുണ്ട്. ഉടമ്പടി പ്രഖ്യാപിക്കുക, രണ്ടു കൂട്ടരും ഉടമ്പടി സ്വീകരിച്ചിട്ട് ആമേൻ എന്ന് പറയുക, അങ്ങനെ നിബന്ധനയോട് കൂടിയതാണെന്നുണ്ടെങ്കിൽ ആമേൻ എന്ന് പറയുക. ഈ ഉടമ്പടി ഇവിടെ അടയാളമായിട്ട് അല്ലെങ്കിൽ ഉടമ്പടിയെ ഉറപ്പിക്കുവാനായിട്ട് എല്ലായ്പ്പോഴും ഇല്ലെങ്കിലും രക്തം ചൊരിഞ്ഞുള്ള ഉടമ്പടിയിലാണെങ്കിൽ ഒരു മൃഗത്തെ കൊല്ലുക, ആ മൃഗത്തിൻ്റെ രക്തം ചൊരിയുക, അങ്ങനെ കുറേ ചടങ്ങുകളുണ്ട്. ആ മൃഗത്തിൻ്റെ തന്നെ മാംസം അവർ ഭക്ഷിക്കുക. ആ ഭക്ഷിക്കുന്നതോടുകൂടി ഉടമ്പടി ഉറപ്പിക്കപ്പെടുന്നു, അല്ലെങ്കിൽ ഉടമ്പടിയുടെ അത് കൺഫേം ചെയ്യപ്പെടും രണ്ടു കൂട്ടരും. അപ്പോൾ അവർ രണ്ടു കൂട്ടരും പറയുന്നത് ഈ മൃഗം കൊല്ലപ്പെട്ടതുപോലെ ഉടമ്പടി ലംഘിക്കുന്ന ആൾ കൊല്ലപ്പെടുമെന്നാണ് അവർ. ഇതൊരു കോൺസിക്വൻഷ്യൽ ഓർഡറിലാണ് പോകുന്നത്. യാക്കോവും ലാബാനും തമ്മിൽ ഉടമ്പടി നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയും. ഉടമ്പടി ചെയ്തതിനു ശേഷം ഒരു മൃഗത്തെ അവർ കൊന്നു. മോശയുടെ ഉടമ്പടിയിലും അങ്ങനെ തന്നെയാണ് അവസാനിക്കുന്ന. ഒരു മൃഗത്തെ അവർ കൊന്നു, അവർ തന്നെ അതിൻ്റെ മാംസം ഭക്ഷിക്കുകയും ചെയ്തു. എന്നാൽ പുതിയ നിയമത്തിൽ നിങ്ങൾ വരുമ്പോൾ ഈ കോൺസിക്വൻഷ്യൽ ഓർഡർ നമ്മൾ കാണുന്നില്ല. ഇവിടെ യാഗമൃഗം മരിക്കുന്നതിന് മുമ്പേ യാഗമൃഗത്തിൻ്റെ മാംസം നമ്മൾ ഭക്ഷിക്കുകയാണ്. കർത്താവ് തൻ്റെ ശിഷ്യന്മാരുമായി ഏറ്റവും അവസാനത്തെ അത്താഴം കഴിച്ചു. യു ഗോട്ട് ഇറ്റ്? ഓക്കെ, റൈറ്റ്. അപ്പോൾ യാഗമൃഗം കൊല്ലപ്പെടുന്നതിന് മുമ്പേ യാഗമൃഗത്തിൻ്റെ മാംസം ഭക്ഷിച്ചു. കാരണം അങ്ങനെ ഇത് പറ്റത്തുള്ളൂ, കോൺസിക്വൽ ഓർഡർ ലംഘിക്കപ്പെടുക. അപ്പോൾ ഇവിടെ ഉടമ്പടി സ്ഥാപിക്കപ്പെടുകയാണ്, ഉടമ്പടി ഉറപ്പിക്കപ്പെടുകയാണ്. ഈ ഉടമ്പടി ഉറപ്പിക്കുന്ന യാഗമൃഗത്തിൻ്റെ മരണശേഷം അതിൻ്റെ മാംസം ഭക്ഷിക്കുന്ന ഒരു ചടങ്ങാണ് പെസഹ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എടുക്കുന്ന തിരുവത്താഴ ശുശ്രൂഷ എന്ന് പറയുന്നത് ഈ ഉടമ്പടിയുടെ ഉറപ്പിക്കുന്ന, അവിടെ കൊല്ലപ്പെടുന്ന ഒരു മൃഗമുണ്ട്, ആ മൃഗത്തിൻ്റെ മാംസം നമ്മൾ ഭക്ഷിക്കുകയാണ്. ഇന്ന് നമുക്ക് അതിനങ്ങനെ സിഗ്നിഫിക്കൻസ്, നമുക്ക് മാംസം പഠിക്കുന്നുള്ള സിഗ്നിഫിക്കൻസ് ഉണ്ടെന്നല്ലേ പറഞ്ഞത്. അതിൻ്റെ മാർമികമായ അർത്ഥം അതാണ്. ഇതിലൂടെ ഉടമ്പടി നമ്മൾ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഒരു സൂസറൈൻ വാസൽ ഉടമ്പടി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ ഉടമ്പടിക്കകത്ത് ഒരു ശ്രേഷ്ഠനായ രാജാവും ഒരു ചെറിയ രാജാവും തമ്മിലാണ് ഉടമ്പടി ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. ഈ ഉടമ്പടിയുടെ പ്രമാണങ്ങളെല്ലാം ഈ ചെറിയ രാജാവിൻ്റെ രാജ്യത്ത് നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്വം അദ്ദേഹത്തിനുള്ളതാണ്, ഈ ചെറിയ രാജാവിനുള്ളതാണ്. ഈ ചെറിയ രാജാവ് എന്ത് ചെയ്യും? ഈ ഉടമ്പടി ഒപ്പിട്ട് കഴിഞ്ഞാൽ ജനങ്ങളെല്ലാം അറിയണ്ടേ? അപ്പോൾ ഈ ശ്രേഷ്ഠനായ രാജാവ് ഉടമ്പടി ചെയ്ത് കഴിഞ്ഞാൽ ഈ ചെറിയ രാജാവിൻ്റെ ജനങ്ങളെല്ലാം ഈ ഉടമ്പടി പ്രകാരമാണ് ജീവിക്കാൻ. ഞാൻ പറഞ്ഞു, ഉടമ്പടി പ്രകാരമാണ് ജീവിക്കാൻ. അതുകൊണ്ട് ഈ ചെറിയ രാജാവ് അദ്ദേഹത്തിൻ്റെ സേവകന്മാരെ ഈ രാജ്യത്തെല്ലാം അയക്കും. രാജ്യത്തെല്ലാം അയച്ചിട്ട് വിളിച്ചു പറയും, നമ്മുടെ രാജാവ് ഒരു ഉടമ്പടി ചെയ്തിരിക്കുന്നു, ആ ഉടമ്പടിയുടെ പ്രമാണങ്ങൾ ഇന്നതൊക്കെയാണ്, അതനുസരിച്ച് വേണം നിങ്ങൾ ജീവിക്കാൻ. ഇവരെയാണ് പ്രസംഗി അല്ലെങ്കിൽ കെരൂക്സ് എന്ന് വിളിക്കുന്നത്. പൗലോസ് പറഞ്ഞ കാര്യമുണ്ടല്ലോ, ഞാൻ എൻ്റെ കർത്താവിൻ്റെ പ്രസംഗി ആയിരിക്കുന്നു, കെരൂക്സ് ആയിരിക്കുന്നു. അപ്പോൾ അതനുസരിച്ച് വേണം ഇങ്ങനെ ജീവിക്കാം എന്നുള്ളത് ഞാൻ വിളിച്ചു പറയും. ഓക്കെ, ഇനിയും അത് മാത്രമല്ല, ഈ ചെറിയ രാജാവ് ഈ ഉടമ്പടി ഒരുക്കി ചെയ്തത് മാത്രമല്ല, ഈ ഉടമ്പടി ജനങ്ങൾ ഓർക്കണമല്ലോ ജനങ്ങൾ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്രസംഗിക്കുകയും ചെയ്യണമെന്ന് മാത്രമല്ല, ഈ വലിയ രാജാവും ചെറിയ രാജാവും തമ്മിൽ വീണ്ടും ഇടയ്ക്കിടയ്ക്ക് കണ്ടുമുട്ടും. പഴയ അതേ ഉടമ്പടി ഒന്നുകൂടെ ആവർത്തിച്ച് പറയും. പുതിയൊന്നുമല്ല, പഴയ ഉടമ്പടി അവർ രണ്ടു കൂട്ടരും ഒന്നുകൂടെ ആവർത്തിച്ച് പറയും. എന്നിട്ടൊരു മൃഗത്തെ കൊണ്ടുവരും,
അതിനെ കൊല്ലും, അതിൻ്റെ മാംസം ഭക്ഷിക്കും. അതിനെയാണ് ഉടമ്പടിയുടെ അത്താഴം എന്ന് വിളിക്കുന്നത്. Can you connect it with our Holy Communion? നമ്മൾ എന്തിനാണ് എല്ലാ ഞായറാഴ്ചയും ഈ ഹോളി കമ്മ്യൂണിയൻ എടുക്കുന്നത്? നമ്മൾ ഹോളി ആകാനാണോ? നമ്മൾ ഹോളി ആകാനല്ല. നമ്മുടെ പാവങ്ങളെല്ലാം ഏറ്റു പറഞ്ഞ് നത്തിങ് ലൈക്ക് ദാറ്റ്. നമ്മൾ ഈ ഉടമ്പടിയുടെ അത്താഴം വീണ്ടും കഴിക്കുക. എന്തിനു വേണ്ടിയാണ്? ഈ ഉടമ്പടിയെ ഓർക്കുവാൻ. ഇതനുസരിച്ച് വേണം നമ്മൾ ജീവിക്കുവാൻ. അപ്പോൾ കർത്താവ് പറഞ്ഞ ഈ വാക്യം വായിച്ചിട്ട് നമുക്ക് നിർത്താം. ലൂക്കോസ് 22:19-20, the last verse. ഈ ഉടമ്പടിയുടെ ഭാഷ കർത്താവ് ഉപയോഗിക്കുന്നത് നിങ്ങളൊന്ന് അറിയാൻ വേണ്ടി മാത്രമാണ്. പിന്നെ ഇവൻ അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു. ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ. ഇത് നിങ്ങൾ ഉടമ്പടി ഉറപ്പിക്കുന്ന കൊല്ലപ്പെടുന്ന മൃഗത്തിൻ്റെ ശരീരമാണിത്. ഇത് ഉടമ്പടി നിങ്ങളുമായിട്ട് ഞാൻ ഉറപ്പിക്കുകയാണ്. എൻ്റെ ഓർമ്മയ്ക്കായി ആവർത്തിച്ച് നിങ്ങളിത് ചെയ്യണം. നിങ്ങൾ ചെയ്യുമ്പോൾ ഓർക്കേണ്ടത്, ഇങ്ങനൊരു ഉടമ്പടി ബന്ധത്തിൽ നിങ്ങളും കർത്താവുമായിരിക്കുന്നു എന്നാണ് നിങ്ങൾ ഓർക്കേണ്ടത്. അത് കഴിഞ്ഞ ശേഷം അവൻ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം എടുത്തു. ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എൻ്റെ രക്തത്തിലെ പുതിയ നിയമം ആകുന്നു എന്ന് പറഞ്ഞു. വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ഉടമ്പടികളും നേരത്തെ പറഞ്ഞതുപോലെ നിവർത്തിക്കപ്പെടുന്നത് ഈ പുതിയ നിയമ ഉടമ്പടികളാണ്. നമ്മുടെ ദൈവം ഉടമ്പടി ചെയ്യുന്ന, ഉടമ്പടി പാലിക്കുന്ന, ഉടമ്പടി നിവർത്തിക്കുന്ന ദൈവമാണ്. പുതിയ നിയമ ഉടമ്പടി നമ്മുടെ കർത്താവിൽ ആരംഭിച്ച് നമ്മളിലൂടെ തുടർന്ന് ഇനി കർത്താവ് വരുമ്പോൾ അത് സമ്പൂർണ്ണമായിട്ട് നിവർത്തിക്കപ്പെടും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.